സർവേശ്വരിയും സർവനിയന്താതാവും സർവാന്തര്യാമിയുമായ ചേലക്കോട്ട് ഭഗവതിയുടെ തൃക്കാൽക്കൽ അനന്തകോടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. വേദിയിൽ ഇപ്പോൾ കഴിഞ്ഞ പരിപാടിയുടെയും എൻ്റെ മുന്നിലും ഇരിക്കുന്ന സ്നേഹസ്വരൂപരെ സാഷ്ടാംഗ നമസ്കാരം. സത്യം പറഞ്ഞാൽ പൂന്താനത്തിൻ്റെ ഒരു വരിയാണ് ഓർമ്മ വരുന്നത്. മധ്യാഹ്നാർക്ക പ്രകാശമിരിക്കവേ ഗദ്യദത്തയോ മാനിച്ചു കൊള്ളേണ്ടും. ഉച്ചസൂര്യന്മാർ ജ്വലിച്ചു നിന്നുപോയ വേദിയാണ്. അവിടെ മിന്നാമിനുങ്ങിന് എന്ത് വെട്ടമെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. പക്ഷേ മിന്നുക എന്നുള്ളത് അതിൻ്റെ ധർമ്മമാകയാൽ, ഒരിക്കൽ കൂടെ പറയാം, മിന്നുക എന്നുള്ളത് അതിൻ്റെ ധർമ്മമാകയാൽ ഒരല്പസമയം ചില കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് പിരിയാനാണ് ആഗ്രഹിക്കുന്നത്. ഞാനിവിടെ വന്നപ്പോൾ എന്ത് വിഷയം സംസാരിക്കണമെന്ന് ചോദിച്ചപ്പോൾ കുടുംബക്ഷേത്രവും കുടുംബ ബന്ധവും തമ്മിലുള്ള ഇഴയടുപ്പത്തെക്കുറിച്ച് സംസാരിച്ചാൽ നന്നായിരുന്നു എന്നെന്നോട് പറഞ്ഞു. പക്ഷേ സമയം 11:50 എത്തിയിട്ടുണ്ട്. എനിക്ക് ഉച്ചയ്ക്ക് 2:30 മണിക്ക് മറ്റൊരു പരിപാടിക്കും കൂടി എത്തിച്ചേരേണ്ടതുണ്ട്. അതുകൊണ്ട് സമയബന്ധിതമായിട്ടാണ് കാര്യങ്ങൾ പോവുക. അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കാനും കഴിയില്ല. അപ്പോൾ അല്പം ചില കാര്യങ്ങൾ ദൂരെ നിന്ന് നോക്കി കാണാനേ കഴിയും. ദേശാടന കിളികൾ പറക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എപ്പോഴെങ്കിലും ദേശാടന കിളികൾ പറക്കുന്നത് ഒന്ന് നോക്കണം. കടലുണ്ടിപ്പുഴയുടെ തീരത്തേക്കും തട്ടേക്കാട്ടേക്കും സൈബീരിയ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് കൊടും മഞ്ഞുകാലത്ത് തലയിൽ ഒരു പൈലറ്റിനേക്കാളും ചെറിയ തലച്ചോറ് വെച്ച് വളരെ കൃത്യമായി പറന്നെടുക്കുന്ന ആ പക്ഷികളെ ഒന്ന് നോക്കുന്നത് നമുക്ക് ദൃഷ്ടാന്തമുണ്ട്, നമുക്കതിൽ ഉദാഹരണമുണ്ട്. ആ പക്ഷികൾ പറക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. അവ വി ഷേപ്പിലാണ് പറക്കുക. ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ, നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. അല്ലാതെ ഞാൻ സംസാരിച്ചിട്ട് കാര്യമില്ല. കാരണം ഇതിൽ ഒന്നിച്ച് പോരണം. കാരണം ഈ മൊബൈൽ സംസ്കാരമൊക്കെ വന്നതിൻ്റെ ശേഷം ശ്രദ്ധ പറ്റപ്പോയിട്ടുണ്ട്. ഈ ശ്രദ്ധ വളരെ ഡിസ്ട്രാക്ട് ചെയ്ത് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ജീവിതത്തിൽ നമ്മൾ അത്രയും നല്ല രീതിയിൽ പരാജയപ്പെട്ടു പോണത്. കൽക്കത്തയിലെ പ്രശസ്തമായ പ്രസിഡൻസി കോളേജിനടുത്തുള്ള സ്വീഡിഷ് ചർച്ച് കോളേജിന് നിന്ന് 1881 അവിടുത്തെ സെക്കൻഡ് ഇയർ BA ക്ലാസ്സിലിരുന്ന് ട്രാൻസ് എന്ന വാക്ക് കേട്ട്, വില്യം ഹേസ്റ്റിയുടെ വേർഡ്സ്വർത്തിൻ്റെ എക്സ്കേർഷൻ എന്ന കവിതയിലെ ട്രാൻസ് എന്ന വാക്ക് കേട്ട് റാണി രാസമണി നിർമ്മിച്ച കളി ക്ഷേത്രത്തിലേക്ക് നടന്നുപോയ ഒറ്റ കുട്ടിയേ ഉണ്ടായിരുന്നുള്ളൂ ആ ക്ലാസ്സിൽ. ബാക്കി 50 പേരിൽ 49 പേർ അത് ഈ ചെവിട്ടിലൂടെ കേട്ടു, ഇപ്പുറത്തു കൂടെ വിട്ടു. ഇതാണ് വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും താക്കോൽ എന്ന് പറയുന്നത്. കൃത്യമായിട്ടൊരു കാര്യത്തെ കേൾക്കുകയും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ വിജയം ഉണ്ടാവും. ആരാണ് ആ ഒരു കുട്ടി? അതുകൊണ്ടാണ് 1,00,000 മാനുഷർ ചേരും സഭയിൽ ലക്ഷണമൊത്തവൻ 1 2 എന്ന് പറയുന്നത്. ഞാൻ ക്ഷേത്രത്തിലേക്ക് കടക്കുന്നുണ്ട്, ക്ഷേത്രത്തിലേക്ക് കടക്കാൻ തന്നെയാണ് പോണത്, അതിലേക്കാണ് വരുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ട് കുടുംബത്തെ ഒന്ന് പറയാൻ വേണ്ടി ഉദ്ദേശിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ശരി, ആരാണ് ആ ഒരു കുട്ടി? കൽക്കത്തയിലെ സ്വീഡിഷ് ചർച്ച് കോളേജിൽ നിന്ന് നടന്നുപോയ ആ ഒരു കുട്ടി. ആ കുട്ടിയുടെ പേര് മറക്കരുത്. അവൻ്റെ പേരാണ് നരേന്ദ്രനാഥ് ദത്ത്. 39 വർഷം 5 മാസം 24 ദിവസം ഈ ലോകത്ത് ജീവിച്ചിരുന്ന 40 തികച്ചില്ല 39 വർഷം 5 മാസം 24 ദിവസം ഈ ലോകത്ത് ജീവിച്ചിരുന്ന് സ്വന്തം ശരീരത്തെ എന്ന് പറഞ്ഞ് തുപ്പിക്കളഞ്ഞുകൊണ്ട് നടന്നുപോയ ആ കുട്ടിയുടെ പേര് മറക്കരുത്, നരേന്ദ്രനാഥ് ദത്ത് എന്നാണ്. അവനെ കുറച്ചുകൂടി അപ്പുറത്തേക്ക് കാണണം. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവൂ ശ്രദ്ധയുടെ ഉറവിടമാണ് ഒരു ജീവിത വിജയത്തിൻ്റെ താക്കോലെന്ന്. ശ്രദ്ധയില്ലാത്തവന് ഈ ലോകം തന്നെയില്ല. പിന്നെ അവന് പരലോകമുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. ഡിസ്ട്രാക്ട് ചെയ്ത് വീണോന്, ചെതറി വീണോന് ഈ ലോകമില്ല. പിന്നെ പരലോകത്തെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ. ആ കുട്ടിയെ കുറച്ചുകൂടി കടന്നു പറയണം. അവനാണ് 1893 ചിക്കാഗോയിലെ പന്നികൾ മേഞ്ഞ് നടന്നിരുന്ന സ്ഥലത്തെ 7000-ൽ പരം വരുന്ന ഡെലിഗേറ്റ്സിൻ്റെ മുന്നിൽ സെപ്റ്റംബർ 11 ഒരു പ്രത്യേകത കൂടിയുണ്ട്. ആ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വേൾഡ് ട്രേഡ് സെൻറ്റർ തകർന്നു വീണത് സെപ്റ്റംബർ 11 അതേ ദിവസം വർഷം അല്പം പിറകോട്ട് 1893 സെപ്റ്റംബർ 11 ചിക്കാഗോയിലെ പന്നികൾ മേഞ്ഞ് നടന്നിരുന്ന സ്ഥലത്തെ 7000-ൽ പരം വരുന്ന ഡെലിഗേറ്റ്സിൻ്റെ മുന്നിൽ ഇന്ത്യക്കാരനായിട്ട് 8ാമനായിട്ട് 35ാം നമ്പറുകാരനായിട്ട് കയറി നിന്ന് ജനങ്ങളെ കയ്യിലെടുത്ത് അമ്മാനമാടുന്ന ആ 5 മിനിറ്റിൻ്റെ പ്ലസ് ഓർ മൈനസ് നിൽക്കുന്ന പ്രസംഗം നടത്തി ഈ ഭാരതത്തിൻ്റെ യശസ് നെറുകിലേക്ക് ഉയർത്തിയ കരുത്തുറ്റ
കരുത്തുറ്റ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 40 വയസ്സ് തികയ്ക്കാൻ നിൽക്കാതിരുന്ന 6 അടി 1 ഇഞ്ച് ഉയരമുണ്ടായിരുന്ന ആ സുന്ദര കളയവൻ മാത്രമാണ് കൽക്കത്തയിലെ പ്രസിഡൻസി കോളേജിൽ ആ ടീച്ചർ പറഞ്ഞത് 2 ചെവിയിലൂടെയും കേട്ട് അതിനനുസരിച്ച് നടന്നു പോയത്. ബാക്കിയുള്ളവരതൊക്കെ ഈ ചെവിട്ടിലൂടെ കേട്ടു, ഇപ്പുറത്ത് കൂടെ വിട്ടു. അതുകൊണ്ടാണ് ഈ ഇരിക്കുന്നവർ മുഴുവൻ ഈ സംസാരം കേൾക്കുമെന്ന് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢിയല്ല ഞാൻ. ഒരു 10-15 ആൾക്കാർ കേൾക്കും, അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അതെല്ലാ സഭയിലും അങ്ങനെ തന്നെ, ഇനി ഉച്ചയ്ക്ക് ശേഷമുള്ള സഭയിലും അങ്ങനെ തന്നെ, അത്രയേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പലതും ഇതാക്കി വന്നവരുടെ പൊടിയും തട്ടിപ്പോണ പലതും ഉണ്ടാവും. ശ്രദ്ധിക്കൂ, ആ കുട്ടിയാണ് വിവിധിഷാനന്ദൻ എന്ന് പിന്നീട് അറിയപ്പെട്ട് ഗേത്രി മഹാരാജാവായ തൻ്റെ ശിഷ്യനാൽ പേര് മാറ്റപ്പെട്ട് വിവേകാനന്ദനായി തീർന്ന് വിദേശികൾക്കാനന്ദ എന്ന് വിളിച്ച ഉജ്ജ്വല പ്രസംഗത്തിൻ്റെ, വാഗ്ധോരണിയുടെ, ഒരുപക്ഷെ ഭുവനേശ്വരി ദാസിയുടെ ദാസനായി നിന്ന, ആ ദേവിയെ ഉപാസിച്ച് നിന്ന ആ കുട്ടി കരുത്തനായി മുകളിലേക്ക് പോകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ശ്രീരാമകൃഷ്ണദേവൻ ആ കാളി ക്ഷേത്രത്തിലെ പൂജകനായിരുന്നു എന്ന് മറക്കരുത്. ചേലക്കൊട്ടമ്മയെ വീണ്ടും ഇവിടെ സ്മരിക്കുകയാണ്. മൂലാധാരത്തിൻ്റെ ഉയർച്ചയുണ്ടാകണം. തറവാടിന് മൂലാധാരത്തിൻ്റെ ഉയർച്ചയുണ്ടാകാനാണ് പൂർവ്വസൂരികളായ കാരണവന്മാർ ആ ക്ഷേത്രത്തെ, അഥവാ കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ ആ ദേവിയെ അവിടെ പ്രതിഷ്ഠിച്ചതെന്ന് മനസ്സിലാക്കാതെ ഇവിടെ ഇരിക്കരുത്. നിങ്ങൾ എന്നെ കേൾക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കട്ടെ. ഞാൻ ആ കിളിയുടെ കഥ പറഞ്ഞിട്ട് വീണ്ടും തിരിച്ച് ക്ഷേത്രത്തിലേക്ക് കടക്കണം. ക്ഷേത്രം പറഞ്ഞേ എനിക്ക് പോകാൻ പറ്റൂ. ക്ഷേത്രം തന്നെയാണ് ഫോക്കസ് ചെയ്യണത്. അതിലെങ്ങനെയാണ് നമ്മളെ ഇഴ ചേർത്ത് നിർത്തിയത് പൂർവ്വസൂരികൾ എന്ന് കാണണം. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ന് നിങ്ങൾക്ക് തറവാട്ട് സംഗമം വേണം. നിങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും വേണം ഈ തറവാട്ട് സംഗമം. ഇതൊരു ഫാഷനായി തീർന്നിട്ടുണ്ട്. ഇത് നമ്മുടെ വിജയമാണോ പരാജയമാണോ എന്ന് ആദ്യം ചിന്തിക്കണം. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ ഇല്ലേ? ഒരു തറവാട്ട് സംഗമം നമ്മുടെ വിജയമാണോ പരാജയമാണോ? പറയൂ, എന്താ നിങ്ങളുടെ അഭിപ്രായം? പഴയ കാലത്ത് ഈ തറവാട്ട് സംഗമത്തിൻ്റെ ആവശ്യമില്ല. ഉണ്ടോ? പറയൂ, ഉണ്ടോ? അന്ന് മതിലുകളില്ല. ഉണ്ടോ? ഞാൻ എഴുന്നേറ്റാൽ അന്ന് വിശാലമായ പറമ്പ് ഇങ്ങനെ കിടക്കുകയാണ്. അത് പണ്ടത്തെ നായർ തറവാടിനൊക്കെ വിശാലമായ പറമ്പാണ്. ആ പറമ്പിലൂടെ ഒന്ന് അപ്പുറത്തേക്ക് നടക്കും. ഗോപാലേട്ടാ എഴുന്നേറ്റില്ലേ? സുഖം തന്നെയല്ലേ? ഒരു വാക്ക് ചോദിക്കും, അയാൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയാൻ. ഇന്ന് അയലോക്കത്തേക്ക് നല്ല, സ്വന്തം വീട്ടിൽ തന്നെ നിങ്ങൾ പരസ്പരം അറിയുന്നുണ്ടോ, ഞാൻ പരസ്പരം അറിയുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കുക. മുകളിലിരിക്കുന്ന ഭർത്താവ് താഴെ ഇരിക്കുന്ന ഭാര്യയ്ക്ക് മെസ്സേജ് അയക്കുന്നു, ചായ റെഡിയായോ? അപ്പോൾ ഭാര്യ താഴെ നിന്ന് മുകളിലേക്ക് മെസ്സേജ് വിടുകയാണ്, പോന്നോളൂ ചേട്ടാ. അവിടെ തന്നെ കുടുംബസംഗമം നടത്തേണ്ട ഗതികേടിലാണ് നമ്മൾ. പിന്നെ തറവാടിനെ പറ്റി പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ടാണ് പൂന്താനം സുന്ദരമായിട്ട് പറഞ്ഞു വെച്ചത്, പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. ഒന്നുകൂടെ പറയാം, ആ വാക്കൊന്നുകൂടെ പറയാ, പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാട്ടും വടക്കോട്ടും തിരിഞ്ഞു നിന്ന് അടി കൂടല്ല, അതല്ല വേണ്ടത്. ജീവിതം എന്താണ്? എവിടെ നിന്നാണ് ഞാൻ വന്നത്? ശ്രദ്ധിക്കണം. എവിടേക്കാണ് എൻ്റെ യാത്ര? ശ്രദ്ധിക്കണം. മരിച്ചാൽ എൻ്റെ ഗതി എന്താണ്? യതോവാ ഇമാനി ഭൂതാനി ജായന്തേ യേന ജാതാനി ജീവന്തി യപ്രയന്ത്യഭിസംവിശന്തി തത് വിജ്ഞാസസ്വ തത് ബ്രഹ്മേതി. ഇത് പറഞ്ഞു തന്നവരാണ് നമ്മളെ പൂർവ്വസൂരികൾ. നിങ്ങൾക്ക് എന്നെ വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം തുടക്കത്തിൽ നിങ്ങൾ എന്നെ കേൾക്കില്ല എന്ന് എനിക്കറിയാം. ഒന്നുകൂടെ അങ്ങോട്ട് ആ വിഷയത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോഴാണ്. കാരണം ശ്വാസത്തിൻ്റെയൊക്കെ നില തെറ്റിയിട്ട് നിൽക്കുമ്പോൾ ഒന്നുകൂടെ നിങ്ങൾ കൃത്യമായിട്ട് ഇരിക്കുമ്പോഴേ നിങ്ങൾ എന്നെ കേൾക്കൂ. അതുകൊണ്ടാണ് ഞാനൊരു മരുന്നിട്ട് ഇങ്ങോട്ട് കയറുന്നത്. ആ വിഷയത്തേക്ക് കയറുമ്പോൾ ഇനി ഡീപ്പായിട്ടുള്ള വിഷയമാണ് ഞാൻ പറയാൻ പോണത്. ആ വിഷയങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ തലയിലേക്ക് കയറുള്ളൂ, അല്ലെങ്കിൽ കയറില്ല. ശരി, ആവട്ടെ. ഞാൻ ആ കിളിയുടെ കഥയും കൂടെ പൂർത്തിയാക്കിയിട്ട് ഇതിലേക്ക് കടക്കാം. 1 മണിക്കൂർ കൊണ്ട് എല്ലാം കൂടെ ചെയ്തു തീർക്കണം. അതിന് സമയമില്ല. അതിൽ ചിലതൊക്കെ ഞാൻ അങ്ങോട്ട് ഒഴിവാക്കി വിടും. കുടുംബത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയില്ല. അതിന് വേറെ വിഷയം വെച്ചാൽ അന്നേരം വരാം. നമ്മളെ കുടുംബത്തിലെ കുട്ടികൾക്ക് എന്താ സംഭവിക്കണമെന്ന് കാണണം, അവരെങ്ങനെയാണ് പോണതെന്ന് കാണണം. നിരന്തരം ഞാൻ എൻ്റെ അടുത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ കാഴ്ചകൾ മുഴുവൻ. അതിൽ നമ്മുടെ പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ വരിവെള്ളം പോലെ പോണത്. ഒക്കെ പട്ടിയെ പോലെ ചത്തൊടുങ്ങുകയാണ്. അവരൊന്ന് തിരിച്ചു പിടിക്കാനുള്ള ഒരു കണ്ണുണ്ടാവണം ഈ കുടുംബസംഗമത്തിന്. ഇല്ലേ? നിരപ്പലകയിടൂ കുടുംബസംഗമത്തിന്. നമുക്കെന്തിന് കുടുംബസംഗമം? തലയിലൊരു ബൾബുണ്ടാവണം, തലയിലൊരു തിരിച്ചറിവുണ്ടാവണം, തലയിലൊരു ചിന്തയുണ്ടാവണം. അതിനാണ് നമ്മൾ കുടുംബസംഗമത്തിലേക്ക് കയറി നിൽക്കുന്നത്. എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന ബോധം. ശരി, ആവട്ടെ. ദേശാടന കിളികൾ പറക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവ വി ഷേപ്പിലാണ് പറക്കുക. അതെന്തിയാവാ വി ഷേപ്പിൽ പറക്കുന്നത്? വി ഷേപ്പിൽ പറക്കാൻ ഒരു കാരണമുണ്ട്. അതെന്താ കാരണം എന്ന് വെച്ചാൽ, ഈ വി ഷേപ്പിൽ പറക്കുന്ന ഈ പക്ഷികളുടെ എഡ്ജിൽ നിൽക്കുന്ന പക്ഷി, അതായത് അതിൻ്റെ തുമ്പത്ത് നിൽക്കുന്ന പക്ഷിയാണത്രേ വായുവിൻ്റെ ഘർഷണത്തിൻ്റെ 70% ചിറക് കൊണ്ട് തള്ളി ഇരുവശത്തേക്കും നീക്കുന്നത്. ആ നീക്കുന്ന ഭാഗത്തേക്ക് മറ്റേ പക്ഷികൾ പതുക്കെ കയറി കൊടുക്കുകയാണ്. അവയ്ക്ക് വലിയ സ്ട്രെയിൻ ഇല്ല. അപ്പം നിങ്ങളൊരു ചോദ്യം സ്വാഭാവികമായിട്ട് എന്നോട് ചോദിക്കും, ആ പക്ഷി കുറേ ദൂരം ഈ 70% ഈ എയറിനെ പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ക്ഷീണം വരൂലേ? അത് ചത്ത് താഴേക്ക് വീഴൂലേ?
അവിടെ അതിന് മറുപടി ഉണ്ട്. എന്താ മറുപടി എന്നറിയോ? ഈ മുന്നിൽ പറക്കുന്ന, ഈ എഡ്ജിൽ പറക്കുന്ന പക്ഷിക്ക് അല്പം ക്ഷീണം വരുമ്പോൾ ആ പക്ഷി പതുക്കെ സൈഡിലേക്ക് മാറും. നിങ്ങൾ കേൾക്കുക, ആ പക്ഷി പതുക്കെ സൈഡിലേക്ക് മാറും. അടുത്ത പക്ഷി സാരഥ്യം ഏറ്റെടുക്കും. വീണ്ടും ബഹുദൂരം അവ പറക്കുകയാണ് ആ പക്ഷിയുടെ സാരഥ്യത്തിൽ. ആ പക്ഷിക്ക് ക്ഷീണം വരുമ്പോൾ അത് പതുക്കെ സൈഡിലേക്ക് മാറും. അടുത്ത പക്ഷി സാരഥ്യം ഏറ്റെടുക്കും. മാറി 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 സാരഥ്യം ഏറ്റെടുത്ത് ആ തറവാട് മുന്നോട്ട് 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 നീങ്ങുകയാണ്. അഥവാ പക്ഷിക്കൂട്ടം മുന്നോട്ട് നീങ്ങുകയാണ്. ആ സീസൺ കഴിഞ്ഞാൽ, ഏത് സീസൺ? മഞ്ഞ് സീസൺ കഴിഞ്ഞാൽ അതേ കൃത്യതയോടെ അവ തിരിച്ചു പറക്കുന്നു തങ്ങളുടെ നാട്ടിലേക്ക്, ഒരു തെറ്റും വരാത്ത രീതിയിൽ. അതിലേതെങ്കിലും പക്ഷിക്ക് വല്ല അസുഖമോ ബുദ്ധിമുട്ടോ വന്നാൽ ആ പക്ഷി മാത്രം ഈ ഗ്രൂപ്പിൽ നിന്ന് മാറുന്നു. അതിനെ സംരക്ഷിക്കാൻ വേണ്ടി വേറെ 2 പക്ഷികൾ ആ പക്ഷിയെ അനുഗമിക്കുന്നു. ഒന്നുകിൽ അത് ചത്തു വീഴുന്നവരെ, അല്ലെങ്കിൽ അത് ജീവനുറ്റ് പറക്കുന്നത് വരെ ആ പക്ഷിയെ അവർ അനുഗമിക്കും. ഇതാണ് കൂട്ടായ്മയുടെ വിജയം. ഒന്നിച്ചു നിൽക്കുന്നതിൻ്റെ വിജയം ഇതാണ്. കുലം, മറക്കരുത് ആ വാക്ക്, കുലം. കുലം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയണവർ വളരെ കുറവായിരിക്കും. ഇവിടെ ഇരിക്കുന്നവർ വളരെ കുറവായിരിക്കും. കും ലാതയതി ഇതി കുല എന്നാണ് സാധാരണ പറയുക. കും എന്ന വാക്കിനർത്ഥം ഭൂമി എന്നാണ്. ലാതയതി മീൻസ് അതിനെ ഭരിക്കുന്നത്, അതിനെ യജമാനപ്പെട്ട് നിൽക്കുന്നത് എന്ന അർത്ഥത്തിലാണ് കുലം എന്ന വാക്കുണ്ടായിരിക്കുന്നത്. അതിൻ്റെ യജമാന ഭാവത്തിലാണ് നമ്മളെല്ലാവരും ഇരിക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ ഇരിക്കുന്നത് നമ്മളൊക്കെ ഏറെക്കുറെ, എല്ലാവരും എന്ന് പറഞ്ഞില്ല, ഏറെക്കുറെ ഇരിക്കുന്നത് ഒരടിമ ഭാവത്തിലാണ്. മുന്നിൽ കസേരയുണ്ടെങ്കിൽ നമ്മൾ ബാക്കോട്ടാ പോവുക. ശരിയാണോ അല്ലയോ? ഏത് സ്ഥലത്ത് പോയാലും മുന്നിൽ സീറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ നേരെ പിറകോട്ടാ പോവുക, കുഴിയാന പോണ പോലെ, ഗതി പിടിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവിടെയാണ് നമ്മുടെ മൂലാധാരത്തെ ഉണർത്തേണ്ടത്. വരൂ, ചേലക്കോട്ടമ്മയെയാണ് ഇനി കാണാൻ പോണത്. നമുക്ക് ഒന്നിച്ച് നിൽക്കാം. എന്തിനാണ് നമ്മുടെ പൂർവ്വസൂരികളായ കാരണവന്മാർ ആ ദേവിയെ അവിടെ പ്രതിഷ്ഠിച്ചത്? ഏതോ ഈ തറവാട്ടിലെ ഒരു കാരണവരുടെ യോഗിയായ, മഹാനുഭാവനായ, അത്രയും തപശക്തി ഉണ്ടായിരുന്ന ഒരു കാരണവരുടെ തലയിൽ ഉദിച്ച ആശയമാണ്. അന്ന് ഈ തറവാട് ക്ഷേത്രം ഉണ്ടാക്കണമെങ്കിൽ, അതിൻ്റെ പിറകിൽ ഒരുപാട് കഥകൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും. അന്നൊരു തറവാട് ക്ഷേത്രം ഉണ്ടാക്കണമെങ്കിൽ പണ്ടെന്താ ചെയ്യാന്നറിയോ നിങ്ങൾക്ക്? അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പണ്ടത്തെ തറവാട്ടിൽ ഇന്നുണ്ടാവില്ല അതൊന്നും. പണ്ടത്തെ തറവാട്ടിൽ എന്താ ഉള്ളത്? പണ്ടത്തെ തറവാടിൻ്റെ പ്രത്യേകത എന്താ? ഞാൻ എൻ്റെ തറവാട് ഇപ്പോഴും ഉണ്ട്, നിങ്ങൾക്ക് പോയി നോക്കി അറിയാം. 4 കെട്ട്, നടുമുറ്റം, 3 നിലയാണ്. 3 നിലയാണ്. ഞാൻ അതിൻ്റെ മുകളിലെ തട്ടിലേക്ക് പോകാറില്ല, കാരണം അവിടെ മെരുവാണ്. ഇടയ്ക്കൊന്ന് കയറി നോക്കും, ആ മെരുവിന് വസിക്കാനുള്ള സ്ഥലമാണത്. അത്ര ഗംഭീരമാണ് ആ ക്ഷേത്രം. കുളമുണ്ട്, പടിപ്പറയുണ്ട്. അവിടെ വന്നവർ ചിലർ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഉണ്ട്. അപ്പം ഞാനീ പറയുന്നത് സത്യമാണ്. അസത്യം പറയില്ല, അസത്യം പറയാൻ പാടില്ല. കാരണം വെച്ചാൽ അവൻ വേരോടെ ഉണങ്ങിപ്പോകുന്ന. സത്യത്തെ മുറുകെ പിടിക്കണം. ആത്യന്തിക സത്യത്തിലേക്കാണ് ഇപ്പം ഞാൻ നിങ്ങളെ കയറ്റിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ നിലവിളക്ക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എന്തിനാ ഞാനിവിടെ വന്നിരിക്കണമെന്ന് മനസ്സിലാവും. മൂലാധാരത്തിൻ്റെ ഉയർച്ച എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ കരുത്തിൽ അവൻ ജീവിതത്തിൽ മുകളിലേക്ക് നടക്കും. അതിനാണ് ദേവിയെ പ്രതിഷ്ഠിച്ചത്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രതിഷ്ഠിച്ചാൽ മതിയായിരുന്നു. ശരിയാണോ അല്ലയോ? ആ ദേവീ പ്രതിഷ്ഠയുടെ ഉദ്ദേശം മൂലാധാരം ഉണരണമെന്നാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ കൂടെ വരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്നിച്ച് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഞാൻ പറഞ്ഞത്, ആ തറവാട്ടിൽ, പണ്ടത്തെ തറവാട്ടിൽ നീണ്ട ചാരുപടികൾ എല്ലാവർക്കും ഇരിക്കാനുണ്ടായിരുന്നു. ഇന്ന് നമുക്കതൊന്നും കാണാൻ സാധിക്കില്ല. ഇന്ന് സിറ്റ് ഔട്ട്, ഇരിയടാ പുറത്ത്, അത്രയേ ഉള്ളൂ. സിറ്റ് ഔട്ട്, അതാണ്. ഇരിക്ക് പുറത്ത് നിന്ന്. അതിനെ ഉള്ളിക്ക് കയറ്റാൻ കൊള്ളുമോ എന്നറിയില്ല. കാരണം അത്രയും വിശ്വാസം ഇന്നത്തെ കാലത്തില്ല. ബന്ധുവിനെ പോലും ഉള്ളിക്ക് കയറ്റി ഇരുത്താൻ പറ്റാത്ത കോലത്തിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അത്ര അപജയം സംഭവിച്ചു പോയി സമൂഹത്തിന്. അതിന് മുകളിലേക്ക് കടക്കണം. അതിന് കൂട്ടായിട്ടും കൈകോർത്ത് ചേർന്നും നിൽക്കണം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, ആ തറവാട്ടിൽ, പണ്ടത്തെ തറവാട്ടിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താ പ്രത്യേകത? തൊഴുത്തുണ്ടായിരുന്നു. വലിയ തൊഴുത്ത്. ഉണ്ടോ ഇല്ലയോ? കാലികളുണ്ടാവും, നാക്കാലികളുണ്ടാവും. ആ കാലികളില്ലാത്തൊരൊറ്റ വീട് പണ്ടത്തെ തറവാട്ടിൽ ഉണ്ടാവില്ല. ക്ഷേത്രമുണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നവരെന്താ ചെയ്യാന്നറിയോ നിങ്ങൾക്ക്? ആ തറവാട്ടിൽ ഇങ്ങനെ ഒരു യോഗി വര്യൻ ഉണ്ടെങ്കിൽ അയാൾ എന്താ ചെയ്യാന്നറിയോ? സാധാരണഗതിയിൽ ആ വീട്ടിലെ പശുവിനെ അഴിച്ചു വിടുക ചെയ്യുക. പശുക്കളെയൊക്കെ അഴിച്ചു വിടും. വൈകുന്നേരം തിരിച്ചു കൂട്ടാൻ പോവില്ല. ഒരൊറ്റ മിനിറ്റ്, അതിൻ്റെ ഇടയിൽ ഒരു കാര്യം ചോദിക്കട്ടെ. എത്ര സമയം വരെ പോവാം? ബൗണ്ടറി പറയൂ, അതിൻ്റെ ഇടയിൽ തീർക്കണം എനിക്ക്. കേൾക്കില്ല. സമയം എത്ര വരെ പോകാം? 12:30. അപ്പോൾ എനിക്കതൊന്നും പറയാൻ സമയമില്ല. ഞാൻ അങ്ങോട്ട് കടന്നാൽ ഇപ്പോൾ 12:03 ഞാൻ ഈ മൂലാധാരം മുതൽ ഒരു 2 ഘട്ടം തന്നെയും പറയാതെ ദേവിയെ കാട്ടിത്തരാതെ പോകാൻ എനിക്ക് കഴിയില്ല. അതിനും കഴിയുമോ നോക്കട്ടെ. അപ്പോൾ ഞാൻ അതിലേക്ക് പരത്തിപ്പോണില്ല. പരത്തിപ്പോയ ബുദ്ധിമുട്ടാണ്. എന്തായാലും ഇത് തുടങ്ങി വെച്ചല്ലോ. ഞാൻ ഈ പശുവിനെ പറഞ്ഞു, ആ പശുവിനെ അഴിച്ചു വിടുക. പശുവിനെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ തിരിച്ച് വൈകിട്ട് കൂട്ടാൻ പോവില്ല. അവ രാത്രി ഈ കാരണവന്മാരും ബാല്യക്കാരും ഒക്കെ ചൂട്ടും കത്തിച്ച് പോയി നോക്കും അത്രേ, ഈ പശുക്കൾ എവിടെയാ കിടക്കണതെന്ന് നോക്കാൻ.
ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ, എന്നാലേ ഇത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അവ ആ പറമ്പിൻ്റെ, വിശാലമായ പറമ്പാണ്, ആ പറമ്പിൻ്റെ പണ്ട് അത്രയും സ്ഥലം ഉണ്ടാവും, ആ പറമ്പിൻ്റെ ഒരു പ്രത്യേക ഭാഗത്ത് പോയിട്ട് അവ കിടക്കുമ്പോൾ ഈ കാരണവന്മാരൊക്കെ പോയി അവിടെ ഒരു കുറ്റിയടിക്കുക ചെയ്യുക. എവിടെ ഈ നാക്കാലികൾ കിടക്കണരുത്. അപ്പം നിങ്ങൾ എന്നോടൊരു ചോദ്യം ചോദിക്കും, ഈ 22, 23, 24 നൂറ്റാണ്ടിൽ ഇതൊന്നും പറയാൻ നിനക്ക് നാണമില്ലേ? എങ്ങനെ പശു ഇരിക്കുന്നിടത്ത് എന്ത് കുറ്റിയടി? വിവരമില്ലേ നിനക്ക്? ഞാനൊരൊറ്റ ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ, പശുവിനേക്കാൾ എന്ത് യോഗ്യതയാണ് എനിക്കും നിങ്ങൾക്കുള്ളത്? ഇപ്പോഴത്തെ കാലത്ത് പണ്ടത്തെ കാലമല്ല ഞാൻ പറയണേ, ഇപ്പോഴത്തെ കാലത്ത് ഒന്ന് ചിന്തിക്കുക. എൻ്റെ വീട്ടിലോ നിങ്ങളുടെ വീട്ടിലോ ഒരാൾ മരിക്കാൻ കിടക്കണുണ്ടെങ്കിൽ, നിങ്ങൾ ശ്രദ്ധിക്കണ്ടോ ഞാൻ പറയണത്? അവരുടെ അവസാനത്തെ ശ്വാസം പോലും മനസ്സിലാവാത്ത ആൾക്കാരാണ് നമ്മൾ. പക്ഷെ ഒരൊറ്റ കാര്യമുണ്ട്, ആ വീട്ടിലെ വ്യക്തി മരിക്കുമ്പോൾ, അതായത് വയസ്സായ ആൾ മരിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ നാക്കാലി ഒരു പ്രത്യേക രീതിയിൽ കരയുമോ ഇല്ലയോ? പറയൂ. നായ ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ ഇടുമോ ഇല്ലയോ? നമ്മൾ ഓരിയിടും. അതെപ്പോൾ ഡോക്ടറെ കൊണ്ടുവന്ന് ഇനിയൊന്നും ബാക്കിയില്ല എന്ന് പറയുമ്പോൾ നെഞ്ചത്തടിച്ച് കുഞ്ഞേട്ടാ ഇന്നലെ ഹോർലിക്സ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞാണല്ലോ ഇത്ര പെട്ടെന്ന് നിങ്ങൾ പോയല്ലോ എന്ന് ചോദിച്ച് കരയും. അത് നമുക്ക് എന്താണ് മരണാനന്തര ക്രിയ എന്നറിയാത്തതിനെ കൊണ്ടാണ്. മരണം പഠിക്കണം. ശ്രദ്ധിക്കണേ, മരണം പഠിക്കാതെ പോകരുത്. ആ മരണം പഠിച്ചാലേ ക്ഷേത്രം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഇന്ന് അതിനൊന്നും സമയമില്ല, ഓടിച്ചു വിടുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്നത് എന്താ അവിടെ പറഞ്ഞത്? ഞാൻ ആ ക്ഷേത്രത്തിന് ആ നാക്കാലികളെ കിടക്കണയിടത്ത് കുറ്റിയടിക്കുന്നു എന്ന് വെച്ചാൽ ഈ നാക്കാലികൾ കിടക്കുന്ന സ്ഥലം ദേവഭൂമിയാണത്രേ. ഒരുപാട് തരത്തിലുള്ള ഭൂമിയുണ്ട്, പ്രേതഭൂമിയുണ്ട്, മറ്റ് പല ഭൂമികളുണ്ട്. അതുകൊണ്ട് ആ ദേവഭൂമി നേരെയായി നിന്നാൽ മാത്രമേ, ദേവഭൂമി നേരെ നിന്നാൽ മാത്രമേ അവിടെ ക്ഷേത്രം പണിയാൻ പറ്റൂ. പ്രേതഭൂമിയിൽ ഇത് പറ്റില്ല. വന്നാൽ നെഗറ്റീവ് എനർജി ഉണ്ടാവും. അതിനാദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ? എന്താണ് ദൈവം ദേവത എന്ന് മനസ്സിലാക്കി വെക്കണം. ഇതറിയാത്തതിനെ കൊണ്ട് അമ്പലം എന്താണെന്നറിയില്ല. എപ്പോഴാണ് അങ്ങോട്ട് അമ്പലത്തേക്ക് വരിക അറിയോ? നമ്മൾ ചേലക്കോട്ട് ഭഗവതിയെ തേടി വരിക എപ്പോഴാ? അധിക ദുരിതം കുടുംബത്തിൽ വരുമോ ഇല്ലയോ? നമ്മളെ വീട്ടിൽ വരും അങ്ങേയറ്റത്തെ ദുരിതം, ചിലപ്പോൾ അപമൃത്യോ ബുദ്ധിമുട്ടോ ഒക്കെ വരുമ്പോൾ പണിക്കരെടുത്ത് പോകും. ഉണ്ടറില്ല, അങ്ങനെ തന്നെയല്ലേ? പണിക്കരെടുത്ത് പോകുമ്പോൾ പറയും, തറവാട്ടിലൊരു ഭഗവതി ഉണ്ടായിരുന്നല്ലോ, തിരിഞ്ഞു നോക്കണില്ലല്ലോ. അപ്പോഴേക്കെല്ലാം കൂടി ഉണർന്നു. കാരണം നമ്മളെ കാര്യമാണ്, ദേവീനെ ഉദ്ദേശിച്ചൊക്കെ കൂടി ഉണർന്ന് എല്ലാം കൂടെ കൂട്ടായിട്ട് പിന്നെ ഒരു കുടുംബസംഗമൊക്കെ നടത്തി ദേവീനെ പറ്റി തന്നെ പറയാൻ തുടങ്ങി. ഉപദ്രവിക്കരുത്, ഇത് കഴിഞ്ഞാൽ എനിക്ക് ഇറങ്ങിപ്പോണം. ഇതൊക്കെ തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഈ തിരിച്ചിൽ കൂടുമ്പോൾ നമുക്ക് ആകെ ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നമ്മൾ പണിക്കരുത്. അപ്പോഴാണ് ചേലക്കോട്ട് ഭഗവതി ഉണ്ട് എന്ന് തന്നെ ബോധം വരുന്നത്. ശരിയാണോ അല്ലയോ? അതുവരെ എന്ത് ഭഗവതി? തന്നെത്താൻ അഭിമാനിച്ച് എന്താ പറയുക, തന്നെത്താൻ അറിയാതെ കഴിയുകയാണ്. അതിനൊന്ന് താഴേക്ക് ഇറങ്ങി മണ്ടയ്ക്കൊരടി കിട്ടുമ്പോൾ വന്നേ പറ്റൂ. ഇന്നല്ലെങ്കിൽ നാളെ വരേണ്ടി വരും. ഇതിലെന്താ തർക്കം? എല്ലാ അഹങ്കാരവും ഒടുങ്ങി നമ്മൾ തല തൂക്കി വരേണ്ടി വരും ആ തിരുസന്നിധിയിലേക്ക്. സംശയം എന്താ? വരേണ്ടി വരും, ഒരു തർക്കം വേണ്ട. ശരിയാവട്ടെ. അങ്ങനെ ആ വരാൻ കാരണം എന്താ? അവിടെ ബുദ്ധിമുട്ടുണ്ടാവാൻ വരാൻ കാരണം എന്താ? അത് മനസ്സിലാക്കേണ്ടത് ദൈവവും ദേവതയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ഒരു മിനിറ്റ് നിങ്ങളെല്ലാവരും കൂടി ശ്രദ്ധിക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ എന്താ ഈ പറയണമെന്നുള്ളത്. എന്നിട്ട് പ്രതിഷ്ഠയിലേക്ക് കടക്കണം. പ്രതിഷ്ഠ ഞാൻ കാണിച്ചു തരാം. നോക്കൂ, എന്തേ പറഞ്ഞു? പ്രതിഷ്ഠ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ മുന്നേ ഇതൊന്ന് പറയട്ടെ. എന്താ ദൈവവും ദേവതയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ദൈവം എന്ന് പറഞ്ഞാൽ നിരാകാരനും നിർഗുണനും ആയിട്ടുള്ള ചൈതന്യ വിശേഷത്തെയാണ് ദൈവം എന്ന് വിളിക്കുന്നത്. അതിനെ ബ്രഹ്മം എന്ന് നമ്മൾ വിളിക്കുന്നു. കേൾക്കുന്നുണ്ടോ ഇല്ലയോ? അതായത് അതിനെ കാണാൻ കഴിയാൻ മണമില്ല, രുചിയില്ല, ഗന്ധമില്ല, ഒന്നുമില്ല. അതിനെയാണ് ദൈവം എന്ന് വിളിക്കുന്നത്. ആ ഈശ്വരനെ അഥവാ ദൈവത്തെ രൂപം കൊടുത്ത്, ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ, നന്നായി ഒരു 10 പേര് ഇത് കേൾക്കട്ടെ, കേട്ടറിയണം. നമുക്ക് നമ്മളെ അമ്പലം ഒന്നും എന്താണെന്ന് അറിയില്ല. അറിയോ? ശബരിമലയ്ക്ക് പോകണമെന്ന് നമുക്കറിയാം. ഉണ്ട്. ഞാൻ ആ തുറുപ്പുകുലാൻ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോൾ കുടുങ്ങിപ്പോയി. വിളിയോട് വിളിയാ രാത്രി. എന്താ വിളിക്കണതെന്നറിയോ? അയ്യപ്പൻ്റെ വാഹനം എന്താ? നേരം പോക്കുന്നാവില്ല, ഒന്നാ പിന്നെ പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. അയ്യപ്പൻ്റെ വാഹനം എന്താ? അപ്പോൾ വിളിക്കുന്നവരൊക്കെ എന്നോട് പറയുന്നത് എന്താ അറിയോ? തുറുപ്പുകുലാൻ എന്നുള്ള സിനിമയിൽ മമ്മൂട്ടി പറയുന്നുണ്ട് അയ്യപ്പൻ്റെ വാഹനം ആനയാണ്. അപ്പം മമ്മൂട്ടി പറയുമ്പോഴമ്പളെ അയ്യപ്പൻ്റെ വാഹനം എന്താണെന്ന് തന്നെ ഓർമ്മ വരുന്നത്. അപ്പോഴാണ് വിളിക്കുന്നത്. നോക്കൂ, ഹരിവരാസനത്തിൽ 3 വാഹനത്തെ അയ്യപ്പന് പറയുന്നുണ്ട്. കളഭ കേസരി വാചിവാഹനം ഹരിഹരാത്മജം ദേവമാശ്രയേ. പിന്നീട് മറ്റൊരു സ്ഥലത്ത് തുരകവാഹനം സുന്ദരാനനം എന്ന് പിന്നെയും പറയുന്നുണ്ട്.
പറയുന്നുണ്ട്. നമ്മളതൊന്നും കേൾക്കാറുമില്ല, അറിയാറുമില്ല. കൂറ കപ്പലിൽ പോയാൽ ഇങ്ങോട്ട് പോയി പോരാ. ഞാൻ ഒരാളോട് ശബരിമല പോകുമ്പോൾ ചോദിച്ചു, നെയ്ത്തേങ്ങ ശബരിമല പോയാൽ എന്താ ചെയ്യുകയെന്ന്. കിട്ടിയ മറുപടി എന്നെ ഞെട്ടിപ്പിച്ചു. ട്രാവൽസുകാർ കൊണ്ടുപോയതിനെ കൊണ്ട് ഒന്നും അറിയേണ്ടി വന്നില്ല, സുഖമായിട്ട് കിടന്നുറങ്ങിയെന്ന. ഇവടി ഉറക്ക അവടി ഉറക്ക്, ഉറക്കാണ്. നമ്മളെ എഴുന്നേൽപ്പിക്കാൻ കഴിയില്ല, അടിത്തറ മാന്തുമ്പോൾ എഴുന്നേറ്റോളൂ. അതിൻ്റെ മുന്നേ ഈ കൂട്ടായ്മയിൽ എഴുന്നേൽക്കാൻ കഴിഞ്ഞാൽ സന്തോഷം, ഇല്ലെങ്കിൽ നിവൃത്തിയില്ല. വെറുതെ ഒരു പാഴ്വേല, അത്രയേ ഉള്ളൂ. എഴുന്നേൽക്കാൻ കഴിയും. 10 ആളെന്നെങ്കിലും എഴുന്നേൽക്കണം, അതിന് ബോധം ഉണ്ടാവണം, ആ ബോധത്തിൽ എഴുന്നേൽക്കണം. ശരി, ഈ കളഭം എന്താ? കളഭം നെറ്റീമ തുടർന്ന കളഭമല്ല, കളഭം ആനയാണ്. കളഭം കേസരി, അപ്പം ആനവാഹനാണ് അയ്യപ്പൻ, സംശയമില്ല. കേസരി 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 സിംഹം അഥവാ പുലിവാഹനാണ് അയ്യപ്പൻ, സംശയമില്ല. ഇനി മൂന്നാമത്തേത് വാജി. വാജി കുതിരയാണ്, കുതിരവാഹനമാണ് അയ്യപ്പൻ. ഈ 3 വാഹനത്തിൽ ഏതാ അയ്യപ്പൻ്റെ വാഹനം? അത് മനസ്സിലാവണമെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കടന്ന് അവിടുത്തെ ചിഹ്നവും അടയാളവും മനസ്സിലാക്കണം. ഇത് മനസ്സിലാവാതെ കൂറ കപ്പലിൽ പോയ പോലെ പോയി പോരരുത്. അവിടുത്തെ ബലിക്കൽ എന്താണെന്ന് മനസ്സിലാക്കിക്കോണം, അവിടുത്തെ അംഗോപാംഗങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കോണം. കേൾക്കണ്ടോ ഇല്ലയോ? എന്നിട്ടേ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാവൂ. ഒന്നിച്ച് പോരണം. നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഇവിടുന്ന് ഒരു ധാരണ ഉണ്ടാവണം, എന്താ അത് എന്നുള്ളത്. നമ്മളെ പറ്റിക്കാൻ ഒരാൾക്കും കഴിയരുത്, പറഞ്ഞ് പറ്റിക്കാനിട വരരുത്. നമുക്കറിവുണ്ടെങ്കിൽ നമ്മളെ പറഞ്ഞ് പറ്റിക്കാൻ ഒരുത്തനും കഴിയില്ല. അവനോട് മാറി നിൽക്കടാന്ന് പറയാൻ തന്നെ കഴിയും, സംശയമൊന്നുമില്ല. പ്രത്യേകിച്ച് കളരി നടന്നിരുന്നു ഈ തറവാട്ടിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയാണോ അല്ലയോ? ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് കളരി നടന്നിരുന്നു. മൂലാധാരത്തിൻ്റെ ഉയർച്ചയെ കണ്ടവരാ. അവരൊക്കെ കൂടെ കൂപ്പൂത്തി പിന്നെയും താഴേക്ക് പോയി ഇപ്പോൾ പൊക്കുകയാണ് വീണ്ടും. ശരിയല്ലേ? എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടി വീണ്ടും മുകളിലേക്ക് കയറുകയാണ്. കാരണം ഇതൊക്കെ വേണമെന്ന് തോന്നി. വളരെ സന്തോഷം, നല്ലത്. ചിന്തിക്കില്ലേ ഞാൻ ഈ പറയണത്? ആ ബോധത്തിലേക്ക് വന്നത് തന്നെ വലിയ സന്തോഷമാണ്. ആ ദേവി ഇല്ലാണ്ട്, ആ ചൈതന്യ സ്വരൂപം ഇല്ലാണ്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഉറപ്പാ. ഞാനിവിടെ നിൽക്കണുണ്ടോ? അപ്പം നിങ്ങളുടെ മുന്നിൽ ഇന്ന് നിൽക്കണുണ്ടോ? തസ്യ ഇച്ഛാംബിന തൃണമഭിന കമ്പേതുന്ന ആ ദേവിയുടെ സങ്കല്പശക്തി ഇല്ലാണ്ട് ഞാൻ അവിടെ നിൽക്കില്ല, ഉറപ്പാ നിൽക്കില്ല. നിങ്ങളവിടെ ഇരിക്കുന്നുണ്ടോ? അവിടുത്തെ സങ്കല്പശക്തി ഇല്ലാണ്ട് നിങ്ങൾ അവിടെ ഇരിക്കില്ല, ഉറപ്പായിരിക്കില്ല. തട്ടി തിരിഞ്ഞു പോയിണ്ടാവും. ഇത് കേൾക്കണം എന്നുള്ളവർ മാത്രമേ ഇവിടെ ഇരിക്കുള്ളൂ. യോഗ്യരായവർ മാത്രമേ ഇവിടെ ഇരിക്കുള്ളൂ. അതിന് മുൻജന്മത്തിൽ അടിച്ചു വെച്ച കല്ലുകൾ മാത്രമേ ഇവിടെ ഇരിക്കുള്ളൂ. അല്ലാത്തൊക്കെ പോയിണ്ടാവും. അതിൽ പരിഭ്രമിക്കൊന്നും വേണ്ട, അതിൽ വേവലാതിപ്പെടുകയും വേണ്ട. യോഗ്യരൊക്കെ ഉണ്ടാവും. കാരണം മഹാത്മാക്കളാണ് മുന്നിലിരിക്കുക. എനിക്കറിയാം. ഞാനിപ്പോൾ ഇവരെയൊക്കെ പരിചയപ്പെട്ട് തളിയിൽ സംസാരിക്കുമ്പോഴാണ് ഞാൻ ഒരുപാട് സ്ഥലത്ത് നിന്ന് ഇവരെ കണ്ടിട്ടുണ്ട്. അവസാനം തളിയിൽ നിന്നാണ് ഇവരെ കാണുന്നത്. പിന്നെ പല കാലത്തേക്കും വിളിച്ചിട്ടുണ്ട്. അതാണ് ഞങ്ങളിപ്പോൾ ആ പരിചയം അപ്പോൾ പുതുക്കിയത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ വേദിയിൽ നിന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങോട്ട് തിരിച്ചു വരൂ, നമുക്ക് ഒന്നുകൂടെ മുന്നോട്ട് നടക്കാം. ആ ദൈവവും ദേവതയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാം. ദൈവം അദൃശ്യനും നിരാകാരനും നിർഗുണനുമാണ്. എന്നാൽ ആ ദൈവത്തെ ശ്രദ്ധിക്കൂ, ആ ദൈവത്തെ രൂപം കൊടുത്ത് പറഞ്ഞാൽ സകളഭാവത്തിലേക്കാക്കി. സകളഭാവം എന്ന് പറഞ്ഞാൽ രൂപം കൊടുത്ത് ഉപാസിക്കുന്നതിനെയാണ് പറയൂ ദേവത എന്ന് വിളിക്കുന്നത്. ഒന്നുകൂടെ പറയാ, നിരാകാരനും നിർഗുണനുമായ ഈശ്വരന് പറയൂ രൂപം കൊടുത്ത് ഉപാസിക്കുന്നതിനെയാണ് പറയൂ ദേവത എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ദേവതയുടെ ഉപാസകരാണ് നമ്മൾ. ഏത് ദേവത? ചേലക്കോട്ടമ്മ എന്ന ദേവതയുടെ ഉപാസകരായിരുന്നു നമ്മൾ. പക്ഷേ ഇടക്കാലത്ത് ഈ ബന്ധമൊക്കെ കട്ടായിപ്പോയി. വീണ്ടും നമ്മൾ അതിലേക്ക് തന്നെ തിരിച്ചു വരേണ്ടി വരും. കാരണം അതങ്ങനെ അറ്റുകിടന്നാൽ അപകടം ഉണ്ടാവും. ചെറിയൊരു ഉദാഹരണം പറയാം. ഇതൊക്കെ അറ്റ് കിടന്നാൽ എന്താ ബുദ്ധിമുട്ടുണ്ടാവുക എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കും. ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ നല്ലൂർ ശിവക്ഷേത്രം എന്ന് കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലയോ? നിങ്ങൾ ഉറങ്ങിയോ? തമാശ ചോദിച്ചാണേ. നല്ലൂർ ശിവക്ഷേത്രം എന്ന് കേട്ടിട്ടില്ലേ? ഒന്ന് പ്രതികരിക്കും. എൻ്റെ ബന്ധുജനങ്ങളാണ് മുന്നിലിരിക്കുന്നത്. ആ ബന്ധുജനങ്ങളോടാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കയറുന്നത് എന്നിലൂടെ. ആ ദേവി സങ്കല്പിക്കട്ടെ. ഇത് നന്നായാലും ചീത്തയായാലും ആ തൃക്കാൽക്കൽ സമർപ്പിക്കുക, ഇറങ്ങിപ്പോവും. എനിക്ക് യാതൊരു ബാധ്യതയില്ല. ഞാൻ ഇപ്പം എന്തേ നിങ്ങളോട് ചോദിച്ചേ? കേട്ടില്ല. നല്ലൂർ ശിവക്ഷേത്രം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അവിടേക്ക് ഒരു 4-5 കൊല്ലം എന്നെ പ്രഭാഷണത്തിന് വിളിച്ചു. നടന്ന സംഭവമാണ് ഞാൻ പറയണത്. ഇപ്പോഴുള്ള ആൾക്കാർ കൂടി ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല, അതിനും കുറേ മുന്നെയാണ്. 4-5 കൊല്ലം എന്നെ പ്രഭാഷണത്തിന് വിളിച്ച് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ പലപ്പോഴും 5 കൊല്ലം ഇവർ വിളിക്കുമ്പോൾ എന്തെങ്കിലും മുടക്കം വരും. അപ്പോൾ ഈ കമ്മിറ്റിക്കാർ വിചാരം ഇവൻ വലിയ പവറാക്കുകയാണ് എന്നുള്ള തോന്നൽ വരെ കമ്മിറ്റിക്കാർക്കുണ്ടായി. പക്ഷേ ആ ദേവൻ സങ്കല്പിക്കാണ്ട് അങ്ങോട്ട് എത്തില്ല. അവിടെ എന്തോ പിഴവുണ്ട്. കേൾക്കണ്ടില്ല? അവിടെ എന്തോ പിഴവുണ്ട്. ആ പിഴവ് തീർത്താലേ അങ്ങോട്ട് പോകാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ അവിടെ എത്തില്ല. അവിടെ പ്രശ്നങ്ങളുണ്ടാവും, ഉറപ്പാ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ എന്താ രസിച്ചാൽ ഞാൻ 5 കൊല്ലമായിട്ടാണ് പോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവിടെ പൊരിഞ്ഞ തല്ലാണ്. എവിടെ?
അല്ലൂർ ശിവക്ഷേത്രത്തിൽ പൊരിഞ്ഞടിച്ച കമ്മിറ്റീൻ്റെ ഉള്ളിൽ അടി, പുറത്തുനിന്ന് അടി. HRNCക്കാർ ഈ അമ്പലം പിടിച്ചെടുക്കാൻ വേണ്ടി വരികയാണ്. അവിടുത്തെ മാതൃസമിതി ചൂലൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അടിയോടടി. ആ സമയത്ത് ശ്രദ്ധിക്കൂ, ഇതിനൊക്കെ ഒരു നിമിത്തം ഉണ്ടാവും. ഇതൊക്കെ ഉയരണമെന്ന് നിമിത്തം ഉണ്ടാവും. ആ സമയത്ത് ഇത് ഞാൻ അവിടുന്ന് കേട്ട അറിവാണ് ഞാൻ പറയുന്നത്. അവിടുന്ന് പിന്നീട് പ്രഭാഷണത്തിന് പോയപ്പോൾ കേട്ട അറിവാണ്. ആ സമയത്ത് പാലക്കാട് നിന്ന് ഒരു സ്വാമിയാർ എവിടേക്ക് വന്നു? നല്ലൂർ ശിവക്ഷേത്രത്തിലേക്ക് വന്നു. അപ്പോൾ എന്താ വെച്ചാൽ അവിടുത്തെ ആളുകളുടെ വിചാരം അയാൾ ഒരു സ്വാമിന്നാണ്. സത്യത്തിൽ ഈ മഹാദേവൻ തന്നെ ആയിരുന്നിരിക്കാം. പറയൂ, അവിടെ വന്ന ആലിൻ്റെ ചുവട്ടിലിരുന്ന ആ മഹായോഗിയായ സന്യാസി. അയാൾ ആൾക്കാരെ മൈൻഡ് ചെയ്യൂല. കമ്മിറ്റിക്കാർ പോയി അടുത്തിരുന്നു. പക്ഷേ അയാൾ ഉപചാരപൂർവ്വം സൽക്കരിച്ചിരുത്തിയില്ല. ജടയേന്തിയ ആ സന്യാസിയെ ചിലപ്പോൾ സൽക്കരിച്ചിരുത്തിയിട്ടുണ്ടാവില്ല. ഇവരടുത്ത് പോയി ഇരുന്നപ്പോൾ ആ സന്യാസി ഇവരോടൊരു കാര്യം പറഞ്ഞു അത്രേ. ആരോട്? ഈ കമ്മിറ്റിയിലെ രണ്ടോ മൂന്നോ മെമ്പർമാർ, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിരുന്ന 2-3 മെമ്പർമാരോട് ഒരു കാര്യം പറഞ്ഞു അത്രേ. ഈ നല്ലൂർ ശിവക്ഷേത്രത്തിൻ്റെ ഇന്ന ഭാഗത്ത് ഒരു വിഷ്ണു ക്ഷേത്രം ഉണ്ടായിരുന്നുവല്ലോ. അപ്പം അന്ന് അങ്ങനെ ഒരു വിഷ്ണു ക്ഷേത്രമേ ഇല്ല. അപ്പം അവർ പറഞ്ഞു, എന്ത് വിഷ്ണു ക്ഷേത്രം? അച്ഛൻ്റെ കാലത്ത് തന്നെ ഇത് നല്ലൂർ ശിവക്ഷേത്രം. ഇവിടെ ഒരു വിഷ്ണു ക്ഷേത്രമേ ഇല്ല. അപ്പം ഈ സന്യാസി പറഞ്ഞു, ഉണ്ട്. അപ്പം ഇവരുടെ ഉള്ളിൽ അങ്കലാപ്പ് ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ് ആര്? പറയൂ. അങ്കലാപ്പ് ഉണ്ടാക്കിയിട്ട് അത് ഉദ്ധരിക്കാൻ വേണ്ടി വന്നതാണ് ആര്? പറയൂ. ആ മഹാദേവൻ തന്നെ ആയിരിക്കാം. പറയൂ. സന്യാസവേഷം ധരിച്ച് ഇവിടെ വന്നത് അദ്ദേഹം പോയിട്ട് അപ്പോൾ ഇവരുടെ ഉള്ളിൽ അങ്കലാപ്പുണ്ടായി. അങ്ങനെ കമ്മിറ്റിക്കാർ അന്ന് നല്ലൂർ രാമകൃഷ്ണ പണിക്കർ, അദ്ദേഹം ഇപ്പം ഇന്ന് ജീവിച്ചിരിപ്പില്ല, നിങ്ങൾ കേൾക്കണ്ടോ? പരേതനായ നല്ലൂർ രാമകൃഷ്ണ പണിക്കരെ ദൈവജ്ഞനാക്കി വിളിച്ച് ആരൂഢം വെച്ച് നോക്കിയപ്പോൾ അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഈ ക്ഷേത്രത്തിൻ്റെ ഇന്ന ഭാഗത്തായിട്ട് ഒരു വിഷ്ണു ക്ഷേത്രമുണ്ട്, അതിൻ്റെ തറ അതേപോലെയുണ്ട്, മാന്തി എടുത്താൽ കൃത്യമായിട്ട് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഇവരൊന്നിച്ച് പെട്ടെന്നൊരു കോർ കമ്മിറ്റി ഉണ്ടാക്കി. അത്ഭുതമായി. കോർ കമ്മിറ്റി ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. മാന്തി നോക്കിയപ്പോൾ, പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കൂ, മാന്തി നോക്കിയപ്പോൾ ഒരു സെക്കൻഡ് അങ്ങോട്ട് മാന്തി നോക്കിയപ്പോൾ ഇതിൻ്റെ അടിത്തറ കാണാൻ തുടങ്ങി. ഏതിൻ്റെ അടിത്തറ? പറയൂ. ഏതിൻ്റെ അടിത്തറ? ഈ ക്ഷേത്രത്തിൻ്റെ അടിത്തറ. ആ അടിത്തറ കണ്ടു തുടങ്ങിയപ്പോൾ ഇവർ വലിയ സന്തോഷമായി. കാരണം എന്താ? ഒരു മഹായജ്ഞത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. അവരത് ടപേ എന്ന് പറഞ്ഞ് ഉദ്ധരിച്ചു. അത്രയും കരുത്തോടു കൂടി നിന്നു. നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, ഈ കുടുംബസംഗമം ഇവിടെ നടക്കുമ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സംഗമമാണ്. അതിൻ്റെ ചില പരിമിതികളൊക്കെ ഇവിടെ ഉണ്ടാവുകയില്ലയോ? എന്നാലും അതിനെ കരുത്തോടെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പിറകിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരുപാട് കരുത്തുറ്റ കരങ്ങളുണ്ട്. ഉണ്ടോ ഇല്ലയോ? നമ്മളറിയാതെ ഇന്നലെ രാത്രിയും ഇന്നുമായിട്ട് ഉറക്കമളിച്ചും തൻ്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് തൻ്റെ തറവാടിൻ്റെ സംഗമം ഉജ്ജ്വല വിജയമാവണം എന്ന് ഉള്ളിൽ ധ്യാനിച്ചുകൊണ്ട് ചെയ്ത ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാവർക്കും നന്മ നിറയട്ടെ. ആ ജലക്കോട്ട് ഭഗവതിയുടെ അനുഗ്രഹം അവർക്കുണ്ടാവട്ടെ. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഒത്തുകൂടാൻ കഴിയുമോ? ഇല്ല. ആ കരുത്താണ് വേണ്ടത്. ഇതിനെ ഉയർത്താൻ ആ മൂലാധാരത്തെ ഉയർത്തണത്. അന്നാക്കി മനസ്സിലാക്കിയതിൽ മൂലാധാരത്തെ ഉയർത്തണത്. ശ്രദ്ധിച്ച് കേൾക്കണേ, വരട്ടെ. ആ നല്ലൂർ ശിവക്ഷേത്രത്തിലെ തൊട്ടടുത്തുള്ള വിഷ്ണു ക്ഷേത്രം ഉയർന്ന് വരുന്നതിനനുസരിച്ച് അവിടുത്തെ അടി നിന്ന് വന്നു. അടി നിന്നു, സ്പർദ്ധ നിന്നു, പ്രശ്നങ്ങൾ നിന്നു, കുടുംബങ്ങൾ തമ്മിൽ, അവിടെ തറവാട് തമ്മിൽ, അവിടെ കമ്മിറ്റി തമ്മിൽ ഒക്കെ പ്രശ്നം നിന്നു എന്ന് മാത്രമല്ല, രസകരമായൊരു സംഗതി നിങ്ങൾ ശ്രദ്ധിക്കണം. ആ വിഷ്ണു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയുടെ അന്ന് വൈകിട്ട് ആപാലവൃദ്ധം ജനങ്ങളുടെ മുന്നിൽ മാത്രമാണ് എന്നെ സംസാരിക്കാൻ ആ മഹാദേവൻ അനുവദിച്ചത്. അതുവരെ അങ്ങോട്ട് കടക്കാൻ സമ്മതിച്ചില്ല. അങ്ങനെ അന്ന് അവിടെ പോയി സംസാരിക്കുമ്പോൾ രസകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വിഷ്ണു ക്ഷേത്രത്തിൻ്റെ, ശ്രദ്ധിച്ച് കേൾക്കണേ, ഉറങ്ങരുത്, ഈ വിഷ്ണു ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടത്തിൻ്റെ മുകളിലായിരുന്നു നല്ലൂർ ശിവക്ഷേത്രത്തിൻ്റെ പെർമനൻ്റ് സ്റ്റേജ്. ശ്രദ്ധിച്ച് കേൾക്കണം, ഇത് നടന്ന സംഭവമാണ് ഞാൻ പറയുന്നത്, എൻ്റെ അനുഭവമാണ് ഞാൻ പറയണത്. അതായത് അതിപ്പോൾ ഓർമ്മയുള്ളവർ തന്നെ അവിടെ ഉണ്ടാവില്ല. അതിൻ്റെ നവീകരണ കലശത്തിന് സംസാരിക്കാൻ പോയി ഞാൻ 12 വർഷം കഴിഞ്ഞിട്ട് കേൾക്കണുണ്ടോ ഞാൻ പറയണത്? 12 വർഷത്തിന് ശേഷം നന്നാക്കി മനസ്സിലാക്കൂ. ആ അവശിഷ്ടത്തിൻ്റെ മുകളിൽ ആ പെർമനൻ്റ് സ്റ്റേജ്, ആ സ്റ്റേജ് നമ്മൾ നടക്കണ ഒരു ഒറ്റ പരിപാടിയും വിജയിക്കില്ല. 8 നിലയിൽ പൊട്ടും. ഒരു പ്രാവശ്യം ബാലയെ കളിച്ചു, അതിൻ്റെ മുകളിൽ നിന്ന് കുട്ടികൾ ആലയെ കളിച്ചു, സ്റ്റേജ് കത്തി, ആലയെ കളിച്ചുകൊണ്ട് ഇറങ്ങി ഓടേണ്ടി വന്നു. അപകടം ഉണ്ടായില്ല നല്ല കാലത്തിന്. രസം എന്താണെന്ന് വെച്ചാൽ, ഈ വിഷ്ണു ക്ഷേത്രം ഉയർന്നതോടുകൂടി HRNCക്കാർ, ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, HRNCക്കാരായിട്ട് പ്രശ്നം വരികയാണ്. HRNCക്കാർ ഈ അമ്പലം കോട്ടക്കൽ കോവിലകത്തിന് തിരിച്ചു കൊടുക്കുകയാണ്. ശ്രദ്ധിക്കണം,
തിരിച്ച് അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ്. ഞാനവിടെ നിന്ന് സംസാരിക്കുമ്പോൾ കാലം സാക്ഷി, ഒരു സംശയമില്ല, കാലം സാക്ഷി. ഞാനവിടെ നിന്ന് സംസാരിക്കുമ്പോൾ അന്ന് കോട്ടക്കൽ കോവിലകത്തിൻ്റെ പ്രതിനിധിയായ ഒരു ഹൈസ്കൂൾ അധ്യാപകനാണ് അധ്യക്ഷനായിട്ട് ആ വേദിയിലിരിക്കുന്നത് എന്ന് ഞാൻ ഇന്നും ഓർക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഒരു രസോടി ഉണ്ട്. എന്താ രസം എന്നറിയുമോ? ഈ ക്ഷേത്രം ഉദ്ധരിച്ചതോടെ, ഏത് ക്ഷേത്രം പറയൂ, ഏത് ക്ഷേത്രം? ഈ നല്ലൂർ ശിവക്ഷേത്രത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ള വിഷ്ണു ക്ഷേത്രം ഉദ്ധരിച്ചതോടെ അവിടുത്തെ കുളം, വെണ്ണീർ പിടിച്ച് കിടന്നിരുന്ന കുളം, എത്ര പേര് എന്താ പറയുക ജളിവാരി വൃത്തിയാക്കിയിട്ട് നേരെയാവാത്ത കുളം, അതിലേക്കൊരു തെങ്ങിൻ്റെ ഓല വന്ന് വീണ് അത് പൊട്ടി എന്ന് അവിടുത്തുകാർ പറഞ്ഞു, എനിക്കറിയില്ല. പൊട്ടി ആ വെള്ളം തെളിഞ്ഞു, ശുദ്ധമായ വെള്ളമായി. എല്ലാ എനർജിയും നേരെ നിന്നാൽ നമ്മുടെ തറവാടിൻ്റെ എനർജിയും നേരെ നിൽക്കും. കേൾക്കണുണ്ടായില്ലോ? ഓരോരുത്തർക്കും അതിൽ സദ്ഗതി ഉണ്ടാവും. അല്ലാതെ ഒരുത്തൻ്റെ മാത്രം ബാധ്യതയല്ല ദേവിയെ അവിടെ നിലനിർത്തേണ്ടത്. ഇപ്പം ഞാനിവിടെ ഇരുന്ന് പറയണത് കേട്ടു, ഒരാളൊരു മാസത്തിലൊരു പൂജ ചെയ്താൽ അത് കെഞ്ചി പറയേണ്ട കാര്യമല്ല. കേൾക്കണ്ടല്ലോ? നമ്മൾ ഓരോരുത്തരും ഏറ്റെടുത്ത് ചെയ്യണം. ഓരോരുത്തരും ആ ദേവി അവിടെ നിൽക്കേണ്ടതും ആ ചൈതന്യം അവിടെ നിലനിൽക്കേണ്ടതും ഈ തറവാടിൻ്റെ ബാധ്യതയാണ്. ആണോ അല്ലയോ? പറയൂ. തീർച്ചയായിട്ടുമാണ്. അപ്പോൾ ആ ദേവി അവിടെ നിലനിർത്തണം. ആ ശക്തിയിൽ നിന്നുകൊണ്ട് വേണം മുകളിലേക്ക് പോകാൻ. ഇരിക്കട്ടെ, ദൈവവും ദേവതയും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ദൈവം എന്താ? പറയൂ. ദൈവം എന്താ? പറയൂ. ദൈവം എന്താ? പറയൂ. അദൃശ്യനും അരൂപനുമായിട്ടുള്ള ചൈതന്യവിശേഷം. അതിന് രൂപം കൊടുത്ത് പ്രതിഷ്ഠിക്കുമ്പോൾ സകളഭാവമായി ആയോ ഇല്ലയോ? ചെറിയ ഉദാഹരണത്തിലൂടെ അത് വിശദീകരിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും. എന്നിട്ട് ഇതിൻ്റെ മൂലാധാരം കാണണം. അത് കാണിക്കാനാണ് പോണത്. 12:20 ഇവരെനിക്ക് 1 മണി വരെ സമയം നീട്ടി തന്നിട്ടുണ്ട്. നിങ്ങളെന്നെ ഉപദ്രവിക്കില്ലല്ലോ? കുടുംബാംഗങ്ങളോടാണ് എൻ്റെ ചോദ്യം. ഉപദ്രവിക്കുമോ? മുന്നോട്ട് പോവില്ലേ? മിണ്ടാട്ടൊന്നുമില്ല. നിങ്ങൾ അനുവദിക്കെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുള്ളൂ, അല്ലെങ്കിൽ ഞാൻ മുന്നേ നിർത്തും. ഇവരെനിക്ക് അനുവദിച്ച് തന്നു, അതാ ഞാൻ പറഞ്ഞു. പക്ഷേ നിങ്ങളോടുകൂടി ചോദിച്ചിട്ടേ ഇതാക്കാവൂ. കാരണം നിങ്ങളോട് അടി വാങ്ങിയാൽ ബുദ്ധിമുട്ടാണ്. മുന്നോട്ട് പോയില്ലേ? വരട്ടെ. എന്താ ഇപ്പോൾ പറഞ്ഞു ഞാൻ? എന്താണ് ഇതെന്ന് ഞാൻ പറയാം. ദൈവവും ദേവതയും ഒന്നുകൂടി വ്യക്തമായിട്ട് നോക്കാം. പുതിയ വൈദ്യുതി കമ്പി കടന്നു പോകുന്നുണ്ട്. ശ്രദ്ധിച്ചോണേ, ദൈവവും ദേവതയും തമ്മിലുള്ള വ്യത്യാസമാണ് പറയണത്. ഇത് ശ്രദ്ധിച്ചാലേ ആളുകൾക്ക് ഈ ആചാര വൈരുദ്ധ്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. ഇല്ലെങ്കിൽ ഒരു എത്തും പിടിയും കിട്ടില്ല. ഇതേ വൈദ്യുതി കമ്പി കടന്നു പോകുന്നുണ്ട്. ദൈവത്തെ നമുക്ക് വൈദ്യുതിയായിട്ട് കണക്കാക്കാം. ഇനി പ്രമോദൈക്യരപ്പടി ഇവിടെ വന്നിട്ട് ദൈവം വൈദ്യുതിയാണെന്ന് പറയരുത്. ഉദാഹരണത്തിന് വേണ്ടിയിട്ടാണ് ഇത് പറയണത്. കേൾക്കണ്ടോ ഇല്ലയോ? അതായത് ദൈവത്തെ നമുക്ക് വൈദ്യുതിയായിട്ട് കണക്കാക്കാം. വൈദ്യുതിക്ക് രൂപമില്ല. ഉണ്ടോ? ഉണ്ടല്ല. ഉണ്ടോ? ഇപ്പം ഇത് കൂടി പോണ ഒരു വൈദ്യുതി കമ്പി മുറിച്ച് കഴിഞ്ഞാൽ മഞ്ഞ കളറുള്ള കറണ്ട്, ഹായ് എന്ത് രസം, അങ്ങനെ പറയുമോ? ഇല്ല, അതിന് കളറില്ല. അത് മണമുണ്ടോ? കറണ്ടിന് മണമുണ്ടോ? മണവും ഇല്ല. രുചിയുണ്ടോ? രുചിച്ചതേ ഓർമ്മ ഉണ്ടാവുള്ളൂ, പിന്നെ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ അതിന് മണമില്ല, രുചിയില്ല, ഒന്നുമില്ല. അത് ഈ കമ്പി കൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. ആ വൈദ്യുതി ഇങ്ങനെ കടന്നു പോയിട്ട് നമുക്ക് വല്ല കാര്യമുണ്ടോ? ഉണ്ടല്ല. വൈദ്യുതി ഒരു കമ്പി കൂടി ഇങ്ങനെ കടന്നു പോയിട്ട് വല്ല കാര്യം നമുക്കുണ്ടോ? പറയൂ. ഉണ്ടോ? ഉണ്ടല്ല. ഉണ്ടോ? ഒരു കാര്യമില്ല. ആ വൈദ്യുതിയെ ആ കുടുംബത്തിനോ ആ ദേശത്തിനോ പ്രയോജനപ്പെടുത്തണം. വേണോ വേണ്ടയോ? അത് കരുത്തുള്ളോനേ കഴിയൂ. ആ കുലത്തിൽ, ഏത് കുലത്തിൽ? നമ്മളെ തറവാട്ടിൽ, ചേറക്കോട്ട് തറവാട്ടിലെ കരുത്തുള്ള ഒരു മഹായോഗി, അന്നത്തെ ഏറ്റവും എന്താ പറയുക ഉന്നത തലത്തിൽ നിന്നിരുന്നൊരു യോഗി അതിനെ പ്രയോജനപ്പെടുത്തണം. ഏതിനെ? ഈശ്വരനെ. അങ്ങനെ വന്നപ്പോഴാണ് അദ്ദേഹത്തിന് ചിലപ്പോൾ അതിൻ്റെ താന്ത്രിക പദ്ധതികൾ അറിഞ്ഞോളണമെന്നില്ല. അദ്ദേഹം ഉപാസകനായിരിക്കും. ആര്? ഈ തറവാട്ടിലെ ആള്. അപ്പോൾ തന്ത്ര പദ്ധതികൾ അറിഞ്ഞാലേ ഇതിനെ പ്രതിഷ്ഠിക്കാൻ പറ്റൂ. ശരിയാണോ അല്ലയോ? അതിന് തന്ത്രികൾ വേണം. നോക്കൂ, നമ്മളെ വീട്ടിൽ കറണ്ട് എടുക്കണം, നമുക്ക് ബൾബ് കത്തിക്കണം, വേണ്ടേ? വേണോ വേണ്ടയോ? മിക്സി വർക്ക് ചെയ്യണം, നമ്മളെന്താ ചെയ്യുക? ഒരു ഇലക്ട്രീഷ്യനെ വിളിക്കുക. ആണോ അല്ലയോ? നമ്മൾ പോയിട്ട് ഈ എന്താ പറയുക വയറിങ് ചെയ്താൽ ചിലപ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കും. ശരിയാണോ അല്ലേ? ന്യൂട്രലും ഫേസും ഒന്നും നമുക്കറിയില്ല, അർത്ഥമൊന്നും നമുക്കറിയില്ല. അപ്പോൾ അതിൽ പോയി പിടിക്കും. അപ്പോൾ അത് അറിയുന്ന ഒരാളെ കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കുക. ഇങ്ങനെ ഈ തന്ത്രവിദ്യ അറിയുന്ന ഒരാളെ കൊണ്ടുവന്നിട്ട് വേണം പ്രതിഷ്ഠ നടത്താൻ. മഹായോഗിയായ ഒരാളാണ് ആ തറവാട്ടുള്ളതെങ്കിൽ പോലും അങ്ങനെ ഒരാളെ തന്ത്രികളെ കൊണ്ടുവന്നാൽ തന്ത്രമന്ത്രാദികൾ പഠിച്ച് അതിൽ അവഗാഹം നേടിയ ഒരാൾ വേണം എന്ത് ചെയ്യാൻ? പ്രതിഷ്ഠിക്കാൻ. അങ്ങനെ അയാളെ കൊണ്ടുവന്നു. കേൾക്കണ്ടോ ഇല്ല? അയാളെ കൊണ്ടുവന്ന് ശ്രദ്ധിക്കൂ. അയാൾ വന്നിട്ട് ഈ കറണ്ടിൻ്റെ മുകളിൽ നിന്ന്, ഈ വൈദ്യുതി കമ്പി പോണ ആ വയറിൻ്റെ മുകളിൽ നിന്ന് 2 കമ്പി ഇങ്ങോട്ട് താഴേക്കിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു ബൾബ് ഹോൾഡർ പീഠം ഫിറ്റാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് 10,000 വാട്ട്സിൻ്റെ ഒരു ബൾബ് അങ്ങോട്ട് തിരികെ കയറ്റി സ്വിച്ച് ഓൺ ആക്കി. എന്താ ഉണ്ടാവുക? പറയൂ. ചാർജ് ചെയ്തു. എന്താ ഉണ്ടാവുക? മുണ്ടില്ല. എന്താ ഉണ്ടാവുക? അത് കത്തുവോ ഇല്ലയോ? കത്തിയാൽ ആ ദേശത്ത് അതുവരെ ഇരുട്ടിലിരുന്നിരുന്ന ആൾക്കാർ, ഇരുട്ടിലിരുന്നാൽ എന്താ ഉണ്ടാവുക? അപകട മരണം ഉണ്ടാവും. അത് ഇതിൻ്റെ കുഴപ്പം കൊണ്ടല്ല, തട്ടിത്തറിഞ്ഞ് വീണ് ചത്തുപോവുകയാണ് ഇതില്ലാത്തതിനെ കൊണ്ട്. ശരിയാണോ അല്ലയോ?
പറയൂ. ദേവിയുടെ അഭാവം കൊണ്ടാണ് നമ്മൾ തട്ടിത്തടഞ്ഞ് വീണ് മരിച്ചു പോണത്. അപമൃത്യു ഉണ്ടാകുന്നു, അസുഖങ്ങൾ ഉണ്ടാവുന്നു, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു. ശരിയാണോ അല്ലയോ? പരസ്പര അസ്വാരസ്യങ്ങൾ വരുന്നു. ഇതൊക്കെ വരുന്നത് ചൈതന്യം നിലനിൽക്കാത്തതിനെ കൊണ്ടാണ്. അപ്പോൾ കറണ്ടില്ലാത്ത സമയത്ത് തട്ടിത്തടഞ്ഞ് വീണു പോയാൻ, മരിച്ചു പോയാൻ, ചിലപ്പോൾ കയ്യും കാലും ഒടിഞ്ഞോൻ, ചിലപ്പോൾ അടി ഉണ്ടാക്കി കൂട്ടിമുട്ടി അടി ഉണ്ടാക്കിയവരൊക്കെ ഈ ലൈറ്റ് ഇങ്ങോട്ട് കത്തിയോടുകൂടി പരസ്പരം കാണാൻ തുടങ്ങി. അടി നിന്നോ ഇല്ലയോ? പിന്നെ അടിക്കേണ്ട ആവശ്യമില്ല. തട്ടിത്തടഞ്ഞ് വീണതും അപമൃത്യു ഒക്കെ നിന്നു, എല്ലാം ലെവലായി. ഈ ബൾബിനെ അവിടെ നിലനിർത്തിയാൽ മതി. ശരിയാണോ അല്ലയോ? ഏത് ബൾബ്? ഈ 1000 വാട്ട്സിന്. അതാണ് ആ മഹാദേവി. 1000 അല്ല, 10000 അല്ല, അതിൻ്റെ അപ്പുറത്തെ വാട്ട്സ്. ആ ദൈവത്തെ ചൈതന്യവത്താക്കി അവിടെ നിലനിർത്തുകയാണ്. കേൾക്കണ്ടോ ഇല്ലയോ? ഇനി നോക്കൂ, ഒരു കൊല്ലം കഴിയുമ്പോൾ, ഇങ്ങോട്ട് ശ്രദ്ധിക്കുമല്ലോ, ഒരു കൊല്ലം കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിൽ പൊടി ഒക്കെ വരുമോ ഇല്ലയോ? ചൈതന്യലോപം വരും. ചൈതന്യലോപം വന്നാൽ വെളിച്ചം നേരെ ഇങ്ങോട്ട് കിട്ടാതെ വരും. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഒരു നനഞ്ഞ തുണിയെടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും തുണിയെടുത്ത് ഒന്ന് തുടച്ചു കൊടുക്കുക. ഈ തുടച്ചു കൊടുക്കുന്ന പ്രക്രിയയാണ് കലശമാടൽ. കലശമാടൽ എന്ന് പറഞ്ഞാൽ ആ ചൈതന്യലോപം വന്ന ക്ഷേത്രത്തിലെ ചൈതന്യത്തെ വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്കാക്കണമെങ്കിൽ മന്ത്രകലശമാടിയിട്ട് അതിനെ ശക്തിപ്പെടുത്തുക. ഈ മന്ത്രകലശമാടൽ ഈ ഉത്സവത്തിനാണ്. അതുകൊണ്ടാണ് അതിനെ ഉത്കൃഷ്ടമായ സവം എന്ന് വിളിക്കുന്നത്. ആ ഉത്കൃഷ്ടമായ സവം എന്ന് പറഞ്ഞാൽ ദേവിയുടെ ചൈതന്യം ആ ഉത്സവ സമയത്ത്, ശ്രദ്ധിക്കുമല്ലോ, ഉത്സവ സമയത്ത് ഈ കലശമാടിക്കഴിയുമ്പോൾ നിറഞ്ഞ് കവിഞ്ഞ് ആ മതിൽക്ക് പുറത്തേക്ക് ഒഴുകുമത്രേ. ആറാട്ടോടെ, പള്ളിവേട്ടയോടെ പുറത്തേക്കൊഴുകി ആ കരയാകെ വ്യാപിക്കും. ആ ദിവസം ആ തറവാട്ടുകാർ മുഴുവനും ആ കൊടിക്കൂറയ്ക്ക് കീഴിൽ വേണം. ആരും മാറി നിൽക്കരുത്. നിങ്ങളെന്നെ കേൾക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പോരാ, ദേശക്കാരും എല്ലാവരും, ആ തട്ടകത്തുള്ളവർ മുഴുവനും അവിടെ ഉണ്ടാവണം. അവർ വിരുന്ന് പാർക്കാൻ പോലും മറ്റൊരു സ്ഥലത്തേക്ക് പോകരുതെന്ന ആ പഴയ വിധി. വേറെ എവിടേക്കും പോകരുത്. അവരെല്ലാവരും അവിടെ ഒത്തുകൂടണം. ഈ കൂടലുണ്ടോയെന്ന് നോക്കുക. ഇനി 12 കൊല്ലം കഴിയുമ്പോൾ, ശ്രദ്ധിക്കണേ, 12 കൊല്ലം കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ബൾബ് എന്താവും? കേടായി പോകില്ലേ? വിഗ്രഹത്തിന് കേട് വരാം, ബാക്കിയൊക്കെ കേട് വരാം. അപ്പോൾ അവിടെ എന്തുണ്ടാവില്ല? ചാർജ് മര്യാദയ്ക്ക് കത്താൻ കഴിയോ? അപ്പോൾ ആ ബൾബിനെ എന്ത് ചെയ്യേണ്ടി വരും? മാറ്റിക്കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും ബൾബ് ഹോൾഡറിനാണ് പ്രശ്നം വെച്ചാൽ അത് മാറ്റിക്കൊടുക്കേണ്ടി വരും. ചില വിഗ്രഹമൊന്നും മാറ്റാൻ കഴിയില്ല. അപ്പോൾ എന്താ നമ്മൾ ചെയ്യുക? അതിൻ്റെ കൈ പൊട്ടിയാൽ ഗോളക ഉപയോഗിച്ച് അതിനെ നേരെയാക്കുക. അങ്ങനത്തെ ഒരുപാട് പദ്ധതികളുണ്ട്. ഇതിനെയാണ് നവീകരണ കലശം എന്ന് വിളിക്കുക. ഒരു വ്യാഴവട്ടത്തിൽ ഒരിക്കലാണ് അത് സംഭവിക്കുന്നത്. ഇങ്ങനെയാണ് ക്ഷേത്രത്തിലെ ചടങ്ങുകൾ മുന്നോട്ട് പോകുന്നത്. സാമാന്യന നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കഥയറിയാതെ ആട്ടം കാണരുത്, കഥയറിയാതെ. ഇനി ഒരു രസൂടി പറയട്ടെ. ആ ക്ഷേത്രത്തിൽ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഞാൻ ഈ പറയണത് കേൾക്കുന്നുണ്ടോ? എന്താ പറഞ്ഞത്? അരൂപനും നിരാകാരനും നിർഗുണനുമായ ഈശ്വരന് രൂപം കൊടുക്കുന്ന ചടങ്ങാണ്. രൂപം കൊടുക്കുക പറഞ്ഞാൽ നമുക്കെങ്ങനെയാണ് രൂപം കിട്ടിയത്? നിങ്ങളിതൊന്നും ചോദിച്ചിട്ടുണ്ടാവില്ലല്ലേ? നിങ്ങളോട് ചോദിക്കണം. നമുക്കെങ്ങനെയാണ് രൂപം കിട്ടിയത്? വരട്ടെ, സമയമല്ലേ, നോക്കൂ, എന്നെ സമയം ഓടുകയാണ്. ഞാൻ ഇതിലേക്ക് കടക്കാനാണ് ഉദ്ദേശിച്ചത്. നമുക്ക് ഈ രൂപം കിട്ടിയത് എങ്ങനെയാണ്? പറയൂ, എങ്ങനെയാണ് നമുക്ക് രൂപം കിട്ടിയത്? എനിക്കും നിങ്ങൾക്ക് എങ്ങനെയാണ് രൂപം കിട്ടിയത്? ഞാൻ ഈ ശരീരമല്ലേ? മുണ്ടില്ല ആരും? ആണോ അല്ലയോ? ആണ്. അവിടെയാണ് നിങ്ങൾക്ക് എനിക്കും തെറ്റുപറ്റിയത്. ഞാൻ ഈ ശരീരം അല്ല. ഇത് ഉറപ്പിച്ചോളൂ. പലരും ഇതിനെയൊക്കെ കുളിപ്പിച്ച് തിലകം ചാർത്തി ചീകിയും അഴകായി പലനാൾ പോറ്റിയ പുണ്യശിരസ്സേ ഉലകം വെല്ലാൻ ഉഴറിയ നീയോ വിലപിരിയാത്തൊരു തലയോടായി. ഒറ്റ കാര്യം ജനിച്ചാൽ ഉറപ്പിക്കാൻ പറ്റുള്ളൂ, മരിക്കുന്നതിൻ്റെ ഇടയിൽ സത്യം ബോധ്യപ്പെടണം. ഞാനും നിങ്ങളൊന്നും ഉപ്പിലിട്ട് വെച്ച പോലെ ഇവിടെ നിൽക്കില്ല, ഉറപ്പാ നിൽക്കില്ല. അത്രയുണ്ടെങ്കിലും മനസ്സിലാക്കി അഹങ്കാരം പോവും. ഞാനും നിങ്ങളും പെർമനൻ്റ് ആയിട്ട് ഇവിടെ ഉണ്ടാവില്ല എന്നെങ്കിലും മനസ്സിലാക്കിയാൽ അഹങ്കാരം പോവും. കേൾക്കണ്ടോ ഇല്ലയോ? ആ ഒരു ചിന്തയിലിരിക്കണം. കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കണം. ഒന്നിച്ച് പോരണേ എന്നാലേ മനസ്സിലാവുള്ളൂ. ഞാൻ ഇപ്പോൾ ഇവിടെ എന്തേ പറഞ്ഞു? ആ എനിക്കും നിങ്ങൾക്കും രൂപം കിട്ടിയത് എങ്ങനെയാണെന്നാ പറയണത്? ഞാൻ ഈ ശരീരമാണോ? അല്ല. ഇങ്ങോട്ട് നോക്കിക്കോളൂ. ഞാൻ ഈ കൈയാണോ? ഇങ്ങോട്ട് നോക്കൂ. ഞാൻ ഈ കൈയാണോ? പറയൂ. ആണോ? അല്ല. ഈ കൈക്ക് ഷുഗർ ബാധിച്ച് പഴുപ്പ് കയറിയാൽ, ഇപ്പോൾ ഷുഗറില്ല, ഷുഗർ ബാധിച്ച് പഴുപ്പ് കയറിയ ഡോക്ടറോട് ഞാൻ പറയും, ഡോക്ടറെ കൈ മുറിച്ച് കളഞ്ഞേക്ക്. ആരുണ്ടായാൽ മതി? ഞാൻ ഉണ്ടായാൽ മതി. അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ കൈയല്ല, ഉറപ്പാ. ഞാൻ കാലാണോ? അല്ല. ഇനി വിചാരിക്കും ഞാൻ ഈ ശരീരമാണോ? ഒരിക്കലും അല്ല. ഞാനിപ്പോൾ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കുഴഞ്ഞ് വീണ് മരിച്ചു എന്ന് വിചാരിച്ചാൽ മതി. മരിക്കണത് ജനിക്കണ പോലെ തന്നെ, ഒരു പേടിയും പേടിക്കാനില്ല. മരിച്ചു എന്ന് മരിച്ചാൽ ഇവിടുത്തെ സംഘാടകരൊക്കെ കൂടി പോയി ഇത് മരിച്ചോന്ന് ഉറപ്പ് വരുത്തണമല്ലോ, ഇവിടെ വീണ് കിടക്കുക. അപ്പം മരിച്ചോന്ന് ഉറപ്പ് വരുത്തണമല്ലോ. സംഘാടകരൊക്കെ കൂടി പോയി ഡോക്ടറെ കൂട്ടിക്കൊണ്ടുവന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ ഇനി മിടിപ്പൊന്നുമില്ല. അപ്പോൾ ഇവിടുന്ന് അനൗൺസ് ചെയ്തു എന്ന് വിചാരിച്ചാൽ മതി.
പ്രഭാഷണം നടത്താൻ വേണ്ടി വന്ന പ്രമോദ് ഐക്യരപ്പടി കുഴഞ്ഞു വീണ് മരിച്ചിരിക്കുന്നു. ആൾക്കാർ ഓടി വരേണ്ട ആളെനിക്ക് പതുക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്താൽ പിന്നെ നിങ്ങൾ ആരെങ്കിലും പറയുമോ അക്കടക്കണത് പ്രമോദ് ഐക്യരപ്പടിയാണെന്ന്? ഇയാൾ മരിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെയും പറയുമോ അക്കടക്കണത് പ്രമോദ് ഐക്യരപ്പടിയാണെന്ന് പറയുമോ? മുണ്ടില്ല. പറയുമോ? ഇല്ല. അയാളുടെ ബോഡിയാണ്, അഥവാ അയാളുടെ ശവശരീരമാണ്. അപ്പം ഞാൻ ആ ശരീരത്തിൽ നിന്ന് വ്യത്യസ്തനാണ്. ഇത് പഠിക്കണേ. ഇത് പഠിക്കാത്തതിനെ കൊണ്ടാണ് ജീവിതത്തിൽ നമ്മൾ വഴിതെറ്റി അലച്ചിലായി പോണത്. ജീവിതത്തിൽ ലക്ഷ്യം കാണാതെ പോണത് ഇതുകൊണ്ടാണ്. ഒരു സംശയമില്ല, ലക്ഷ്യം കാണാതെ പോണത് ഇതുകൊണ്ടാണ്. മനസ്സിലാവില്ലേ? പറയാം. അപ്പം ഞാൻ ഈ ശരീരമല്ല എന്ന് ഉത്തമ ബോധ്യം വന്നു. ശരിയല്ലേ? പറയൂ. ഞാൻ വൈൽ ഐ എം ഡ്രൈവിങ് എ കാർ, ഐ ആം നോട്ട് ദ കാർ, ഐ ആം സംതിങ് ഡിഫറെൻറ്റ് ഫ്രം ദ കാർ. ഞാനൊരു കാറ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ കാറിലെന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് ഞാൻ ഡ്രൈവ് ചെയ്യണത്. ലക്ഷ്യസ്ഥാനം എത്തിയാൽ കാറിൻ്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോരണം. വേണോ വേണ്ടയോ? അപ്പം ഞാനിവിടെ വന്ന് നിന്നപ്പോൾ ഞാൻ ഒരുപാട് നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട്. കാരണം ഒരു പരിപാടിക്ക് നേരത്തെ സമയത്ത് എത്തിച്ചേരലാണ് എൻ്റെ രീതി. കൃത്യസമയത്ത് ആ പരിപാടിക്ക് കയറണം. പരിപാടിക്ക് നേരം വൈകരുത്. ക്രമം തെറ്റി അതിന് അക്രമം എന്നാണ് സാധാരണ വിളിക്കുക. അതെ, ഞാൻ 12:30 നിർത്തും. കാരണം സമയം കൂടുതൽ അനുവദിച്ചതിനെ കൊണ്ട് മാത്രം അവിടെ നിന്ന് സംസാരിക്കണം. കൃത്യസമയം പാലിക്കണം. പോരാ, കൃത്യമായിട്ടുള്ള പദ്ധതികളും അതിലുണ്ടാവണം. അതൊക്കെ അടുത്തയിലേക്ക് ശ്രദ്ധിക്കുക. പ്ലാനിങ് ഒക്കെ കൃത്യമായിട്ടുള്ള അജണ്ടയിൽ അത് മുന്നോട്ട് പോകുമ്പോൾ ഒന്നുകൂടി കെട്ടുറപ്പുണ്ടാവും. തന്നെയെല്ലാം മുന്നോട്ട് പോകുമ്പോൾ ചില പദ്ധതികൾ ഉണ്ടാക്കണം. തറവാടിന് വേണ്ടിയിട്ട്, ക്ഷേത്രത്തിന് ചില ഫണ്ടുകൾ, അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ നിരാലംബരായ ആളുകൾ ഉണ്ടാവും, കൈ കോർക്കണം. അതിന് വേണ്ടിയിട്ടൊരു ചെറിയ നമ്മളെല്ലാവരും കൂടി കൂടിയാൽ നടക്കോ ഇല്ലയോ പറയൂ. അതൊക്കെ കൂടെ രീതിയിലുള്ളൊരു കമ്മിറ്റി ഉണ്ടാക്കി മുന്നോട്ട് ഉത്തരോത്തരം പോകണം. ഒരു കെട്ടുറപ്പ് ഇതിനുണ്ടാവണം. നമ്മളെ തകർക്കാൻ ആർക്കും കഴിയരുത്. ഒന്നിച്ച് നിൽക്കും. അപ്പം നിങ്ങളെ തകർക്കാൻ ആർക്കും കഴിയില്ല. ഒറ്റക്കെട്ടായിട്ട് നിൽക്കൂ. മറ്റുള്ളവർക്ക് മാതൃകയായി നിൽക്കട്ടെ. ശരി, ഞാൻ ഈ ശരീരമല്ലെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു. എൻ്റെ കാറ് നിങ്ങൾ കണ്ടോ? ഇല്ല, ഞാൻ കാണിച്ചു തരാം. എൻ്റെ കാറ് ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് നോക്കിക്കോളൂ എല്ലാവരും കേട്ടോ. അപ്പോൾ പ്രജീഷ് ചിന്തിക്കുന്നുണ്ടാവും എവിടെ ഇയാളെ കാറ് വേദിയിലേക്ക് കയറ്റിയോ എന്ന്. മൂപ്പര് കാറിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ഞാൻ അവിടെ നിൽക്കുമ്പോൾ മൂപ്പര് 5 മിനിറ്റ് വൈകിയുണ്ട്. ഞാൻ അവിടെ വന്നിട്ട് 5 മിനിറ്റ് അവിടെ നിൽക്കിയിട്ടോ എന്ന് പറഞ്ഞു. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. മൂപ്പരോട് കൂട്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറിയത് ഉള്ളിലേക്ക്. എൻ്റെ നാട്ടുകാരനാണ് അദ്ദേഹം വിളിച്ചിട്ടാണ് ഇവിടെ വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഇതിൻ്റെ മുഖ്യ സഹകാരിയായിട്ട് ഇവിടെ ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരുപാട് പരിപാടിക്ക് പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം വിളിച്ച് ഒരുപാട് പരിപാടിക്ക് പങ്കെടുത്ത് എത്രയോ കൊല്ലത്തെ ആത്മബന്ധം ഉണ്ട്. നാട്ടുകാരായിട്ടും ബന്ധമുണ്ട്, കൂടാതെ പരിപാടിക്ക് പങ്കെടുത്ത ബന്ധമുണ്ട്. അതുകൊണ്ടൊക്കെ കൂടിയായിരിക്കാം ഞാൻ ഇവിടേക്ക് വന്നത്. ഇപ്പോൾ ആ നാട്ടിലെ അയ്യപ്പൻ വിളക്കിനും ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ എന്തായാലും ആട്ടെ, ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം കാറിന് കയറി വന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ അവിടെ കാറ് നിർത്തി അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി. ഇതേപോലെ എൻ്റെ കാറ് നിങ്ങൾ കണ്ടില്ലല്ലോ, ഞാൻ കാണിച്ചു തരാം. കാണണ്ടേ നിങ്ങൾക്ക് എൻ്റെ കാറ്? ഇതാ, ഇങ്ങോട്ട് നോക്കിക്കോളൂ. ഈ മെലിഞ്ഞ് നീണ്ട കാറ് നിങ്ങൾ കണ്ടില്ലേ? ഇതാ നല്ല പുള്ളിങ്ങാട്ടോ. ആ കയറ്റമൊക്കെ ഇങ്ങോട്ട് നന്നാക്കി കയറിയിട്ടുണ്ട് ഈ കാറ്. ഇതെന്തിനാ അങ്ങനെ പറഞ്ഞിരുന്നു വെച്ചാൽ ഞാൻ ആരാന്ന് കാണിച്ചു തരാനാണ്. നല്ല പുള്ളിങ്ങ. 2 എഞ്ചിൻ പണി കഴിഞ്ഞതാ. കുഴപ്പമില്ലാണ്ട് കൊണ്ട് വണ്ടി. ഇനി എവിടെ എഞ്ചിൻ ഓഫാവുക വെച്ചാൽ അവിടെ ഇട്ട് പോവും. ഇമ്മൽ ഒട്ടണ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ കഴിയില്ല. കാരണം അമ്മായിരി കാറാണ് എൻ്റെ കാറ്. ഒരിക്കൽ ഇറങ്ങിയാൽ പിന്നെ ആ കോലും കൊണ്ടാണ് പോയിക്കോളുക. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ കഴിയില്ല. അമ്മായിരി കാറാണ്. വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇത് ഓയിലൊക്കെ കൊടുത്ത് എഞ്ചിൻ പണിയൊക്കെ നടത്തി അങ്ങനെ കൊണ്ടുപോവുകയാണ്. വലിയ പരിക്കില്ലാണ്ട് അങ്ങനെ കൊണ്ടുപോവുകയാണ്. ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പുറത്തുനിന്ന് വല്ല ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ കിടക്കും, എഞ്ചിൻ ഓഫാവും. ഈ കാറ്, ഏത് കാറ്? ഈ കാറ്, ഈ മെലിഞ്ഞ് നീണ്ട ഈ കാറ് എനിക്ക് തന്നത് ഹുണ്ടായി അല്ല, മാരുതി ഉദ്യോഗ് ലിമിറ്റഡ് അല്ല, ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് അല്ല. പിന്നെ എനിക്ക് ഈ കാറ് തന്നതാരാ? പറയൂ. എൻ്റെ അച്ഛനും അമ്മയാണ്. അതുകൊണ്ടാണ് മരിക്കുന്നത് വരെ അവരോട് അതിന് മാത്രമേ എനിക്ക് ബാധ്യതയുള്ളൂ. ഈ ശരീരം മാത്രമേ അവരെനിക്ക് തന്നിട്ടുള്ളൂ. ഒന്നുകൂടി ഉറപ്പിക്കുക, ഉള്ളിൽ ഉറപ്പിച്ചോളൂ. ഈ ശരീരം മാത്രമേ എനിക്ക് അവർ തന്നിട്ടുള്ളൂ. എന്നെ ഉണ്ടാക്കാൻ അവർക്ക് പറ്റില്ല. ഇത് ഉറപ്പിച്ച് മനസ്സിലാക്കുക. എന്നെ ഉണ്ടാക്കാൻ അവർക്ക് പറ്റില്ല. ഇതിൻ്റെ ഉള്ളിലുള്ള ആത്മചൈതന്യം അനാദിയാണ്, അനന്തമാണ്. അതിനും ജനനമില്ല, അതിന് മരണമില്ല ഇതിൻ്റെ ഉള്ളിലുള്ള ചൈതന്യത്തിന്. പക്ഷേ ശരീരം മരിക്കും, ജനിക്കും. ഉറപ്പാ ജനിക്കും. ഞാൻ പറയണ നിങ്ങൾ കേൾക്കില്ലേ? ഞാൻ ഈ പറയണ മനസ്സിലാക്കില്ലേ? അപ്പോൾ ഈ ശരീരം എനിക്ക് തന്ന എൻ്റെ അച്ഛനും അമ്മയാണ്. അതുകൊണ്ടാണ് മരിക്കുന്നത് വരെ അവരോട് കടപ്പാടുണ്ട്. പിതൃക്രിയ മുടങ്ങാതെ ചെയ്യണം എന്ന് പറയുന്നത് അതാണ്.
കാരണം അതുപോലെ തന്നെ ദേവക്രിയയും ചെയ്യണം. ഇത് രണ്ടും വിട്ടുള്ള കളി ഉണ്ടാവരുത്. തൻ്റെ പിതാവിനോടും തൻ്റെ മാതാവിനും കൊടുത്ത് ബാക്കിയുള്ളത് കഴിച്ചാൽ മതി. തൻ്റെ മാതാവിനും പിതാവിനും കൊടുത്ത് ബാക്കിയുള്ളത് കഴിച്ചാൽ മതി. അതുകൊണ്ട് ആ വേദം നിങ്ങളോടും എന്നോട് ഉറക്കെ പറഞ്ഞത് വേദമനുച്യാചാര്യോ അന്തേവാസിന മനുശാസ്തി സത്യം വദ ധർമ്മം ചര സ്വാധ്യായാന്മാ പ്രമദഃ ആചാര്യായ പ്രിയം ധനമാഹൃത്യ പ്രജാതന്തും മാ വിവച്ഛേത്സി സത്യാത് ന പ്രമദിതവ്യം ധർമാത് ന പ്രമദിതവ്യം കുശലാത് ന പ്രമദിതവ്യം ഭൂത്യൈ ന പ്രമദിതവ്യം ദേവപിതൃകാര്യാഭ്യം ന പ്രമദിതവ്യം മാതൃദേവോ ഭവ പിതൃദേവോ ഭവ ആചാര്യദേവോ ഭവ അതിഥിദേവോ ഭവ യാന്യനവദ്യാനി കർമാണി താനി സേവിതവ്യാനി നോ ഇതരാണി യാന്യസ്മാകം സുചരിതാനി താനി ത്വയോപാസ്യാനി നോ ഇതരാണി. ഞാൻ ഈ വേദമന്ത്രത്തെ ഇവിടെ ചൊല്ലിയത് എൻ്റെ പ്രകമ്പനത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാവട്ടെ എന്നുള്ളത്. അത് വിസ്തരിക്കാൻ കഴിയില്ല. അതിൽ മാതൃദേവോ ഭവ, നിൻ്റെ മാതാവിനോട് ആദ്യമായിട്ട് കടപ്പെട്ടിരിക്കുന്നു. വിരൽ ചൂണ്ടരുത് ആ മാതാവിൻ്റെ നേരെ. അവരാരോ ആവട്ടെ, എക്സ് ഓർ വൈ ഓർ സെറ്റ്, ചൂണ്ടരുത് ആ മാതാവിൻ്റെ നേരെ. എല്ലാം അവൾക്ക് അവകാശപ്പെട്ട, ബാക്കിൻ്റെ എടുത്താൽ മതി. സംശയം എന്താ നിങ്ങൾക്ക്? ആ പിതാവിൻ്റെ നേരെ വിരൽ ചൂണ്ടരുത്. നിങ്ങൾ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ 1000 നാവാണ്, പക്ഷെ അച്ഛനെ നിങ്ങൾ അങ്ങനെ പറയാറില്ല. നിങ്ങളെ വളർത്തി വലുതാക്കുന്നതിൻ്റെ ഇടയിൽ 10,000 തവണ ആ മനുഷ്യൻ താഴേക്ക് വീണ് പോകുന്നുണ്ടാവും, കടം കയറി വീണ് പോകുന്നുണ്ടാവും, ജോലിയില്ലാണ്ട് നട്ടം തിരിയുന്നുണ്ടാവും. ദേഷ്യം വന്നിട്ട് അദ്ദേഹം പുറത്തുള്ളവരോട് ചൂടാവില്ല, വീട്ടിൽ വന്ന് ചിലപ്പോൾ ഭാര്യയോടോ കുട്ടികളോടോ ആവും. എന്നും അയാൾ ഒരു ഭീകര സത്വമാണ്. എന്നാൽ അയാളുടെ കൈ പിടിച്ച് എപ്പോഴെങ്കിലും നിങ്ങൾ പറഞ്ഞുവോ, അച്ഛാ ഞാനുണ്ട് കൂടെ, ധൈര്യമായിട്ടിരിക്കുക എന്നൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ ആ മനുഷ്യൻ വീണ്ടും കയറിപ്പോകുമായിരുന്നു. വേറൊരു തലതിരിഞ്ഞ വഴിയിലേക്ക് അയാൾ പോകില്ലായിരുന്നു. ആ ഒരു സപ്പോർട്ട് കൊടുക്കാൻ നമുക്ക് കഴിയാതെ പോയതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ചേർത്ത് പിടിക്കൂ, നമ്മുടെ കുടുംബത്തിൽ ഒന്നിച്ച് ചേർത്ത് പിടിക്കൂ, പരസ്പരം മാറ്റിക്കളയല്ല. ഈ 2 പേരെ ശ്രദ്ധിക്കുക. ആരായി 2 പേര്? സ്വന്തം മാതാവ്, സ്വന്തം പിതാവ്. അവരെ വിട്ടൊരു കളി ഉണ്ടാവരുത്. 3ാമതൊരാളും കൂടി ഉണ്ട്, അത് നമ്മുടെ ടീച്ചറാണ്, നമ്മളെ പഠിപ്പിച്ച ടീച്ചറെ ഒരു കാരണവശാലും നിന്ദിക്കാൻ പോണ്ട. മാതാവ്, പിതാവ്, ഗുരു, ദൈവം. ദിസ് ഈസ് ദ റൂട്ട്. ഈ ദൈവത്തിലേക്കുള്ള വഴി കാട്ടിത്തരുന്നത് അവരാ. മാതാ, പിതാ, ഗുരു, ദൈവം. ഇതാണ് നമ്മളെ റൂട്ട്. മറക്കരുത് ഈ റൂട്ട്. ശരി ആവട്ടെ, ഞാൻ അവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എവിടുന്ന് ഇപ്പോൾ ഇങ്ങോട്ട് പോന്നു? ഞാൻ ഈ കാറിനെ പറ്റിയാണ് പറഞ്ഞത് അല്ലേ, എൻ്റെ ശരീരം. അപ്പോൾ ഈ ശരീരം എനിക്ക് തന്നത് എൻ്റെ അച്ഛനും അമ്മയാണ്. കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ, അച്ഛൻ്റെ ബീജം അമ്മയുടെ ഗർഭത്തിലേക്ക് സന്നിവേശിക്കുമ്പോഴാണ് എനിക്ക് ഈ ശരീരം കിട്ടുന്നത്. സംശയമില്ല. അല്ലാതെ നിങ്ങൾക്ക് ആർക്കും ഇവിടെ വന്ന് ഞെളിഞ്ഞ് നിൽക്കാൻ കഴിയില്ല. ശരീരം കിട്ടിയതിനെ കൊണ്ടാണ് ഞാൻ ഇവിടെ ഞെളിഞ്ഞ് നിൽക്കുന്നത്. എല്ലാവരും ഇവിടെ ഇരിക്കുന്നത് വലിയ കുപ്പായും ഇതൊക്കെ ഇട്ടിട്ട്. ആ അച്ഛനോടും അമ്മയോടും തീരാത്ത കടപ്പാടുണ്ട്, അല്ലെങ്കിൽ ഇവിടെ വന്ന് നിൽക്കാൻ കഴിയില്ല. ആ ജന്മം കൊടുത്ത്, കേൾക്കണ്ടോ ഇല്ലയോ, ലക്ഷ്യത്തിലേക്ക് കൈപിടിച്ച് നയിക്കാനാ ഈ ദേവി എവിടെ പ്രതിഷ്ഠിച്ചത്. കൃത്യമായ ലക്ഷ്യത്തിലേക്ക് വഴി തെറ്റിപ്പോകല്ല, അലച്ചിലുണ്ടാവല്ല. ശരി, അച്ഛൻ്റെ, കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ അച്ഛൻ്റെ അമ്മയുടെ രേതസ് കൂടിച്ചേർന്നതാണ് ഈ ശരീരം. നന്നാക്കി മനസ്സിലാക്കണം, ശ്രദ്ധിച്ച് മനസ്സിലാക്കൂ. അച്ഛൻ്റെ അമ്മയുടെ രേതസ് കൂടിച്ചേർന്നതാണ് ഈ ശരീരം. അവർക്ക് എവിടുന്ന് കിട്ടി ഈ രേതസ്? അവർ കഴിച്ച അന്നത്തിന്നാണ്. അന്നം കഴിച്ചിട്ടില്ലെങ്കിൽ രേതസ് ഇല്ല. അവർക്ക് എവിടുന്ന് കിട്ടിയ അന്നം? ഭൂമിയിൽ നിന്നാണ് കിട്ടിയത്. ശരിയാണോ അല്ലയോ? അപ്പോൾ ഈ ശരീരത്തിന് ഞാൻ ആരോട് കടപ്പെട്ടിരിക്കുന്നു ആത്യന്തികമായിട്ട്? പറയൂ, ഭൂമിയോട്. അതുകൊണ്ടാണ് വേദം പറഞ്ഞത് അഹമന്നം, ഞാൻ അന്നമാണ്. അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാത് അന്നസംഭവ. ഈ അന്നത്തിൽ നിന്നാണ് സകല ഭൂതങ്ങളും ഉണ്ടായത്. കേൾക്കണ്ടോ ഇല്ല? ആത്യന്തികമായിട്ട് അത് ഭൂമിയോട്. അപ്പോൾ ഈ ശരീരത്തിന് ആത്യന്തികമായിട്ട് ഞാൻ ഭൂമിയോട് കടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇതിന് അവസാനം ആർക്ക് കൊടുക്കുന്നു? ആർക്ക് കൊടുക്കുന്നു? ഈ ശരീരത്തെ ഞാൻ ആർക്ക് കൊടുത്ത് പോവുക ചെയ്യണത്? ഭൂമിക്ക് കൊടുത്ത് ഞാൻ പോവുക ചെയ്യണത്. എനിക്ക് നാശമില്ല. കേൾക്കണ്ടോ? നിങ്ങളെന്നെ കേൾക്കണുണ്ടോ? 5 എലമെൻറ്റ്സ് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ ശരീരം, പഞ്ചഭൂതാത്മകം. അതിൽ ആദ്യത്തെ എലമെൻറ്റ്സിന് നമ്മൾ ഈ ശരീരത്തെ കൊടുക്കുകയാണ് മരിച്ചു കഴിഞ്ഞാൽ. ഒരു പേടിയും പേടിക്കണ്ട, ശരീരമല്ല, ഉറപ്പിച്ചോളൂ, ശരീരമല്ല. ഈ ശരീരത്തെ ആദ്യത്തെ എലമെൻറ്റ് ആദ്യത്തെ എലമെൻറ്റ്? അഗ്നിക്ക് കൊടുക്കുന്നു. ദഹിപ്പിക്കുക. മരിച്ചു കഴിഞ്ഞാൽ കുഴിച്ചിടരുത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. മൂത്തോനിരിക്കുമ്പോൾ അനിയുണ്ടെങ്കിൽ കുഴിച്ചിടാൻ പാടുണ്ടോ, അല്ല കത്തിക്കാൻ പാടുണ്ടോ ചോദ്യം. ആര് മരിച്ചാലും ദഹിപ്പിക്കണം. ഭസ്മാന്തം ശരീരം. ഒരൊറ്റ ചോദ്യം, അവിടെ ഒറ്റ കാര്യമേ ഉള്ളൂ. എന്നാൽ നമ്മുടെ സന്യാസിമാർ, അവധൂതന്മാർ, തപശക്തിയുള്ള ആളുകൾ, ശിവഭാവത്തിലേക്ക് എത്തിയവർ, അവരെ ദഹിപ്പിക്കാറില്ല. അവരെ സമാധി ഇരുത്താറാ പതിവ്. ഉപ്പ്, കർപ്പൂരം, പറഞ്ഞ മനസ്സിലായില്ലെങ്കിൽ ഭസ്മം ഒക്കെ കൂടിയിട്ട് സമാധി ഇരുത്തുക. അവർ സമാധിയായ സ്ഥലങ്ങളാണ് പിന്നീട് ശിവാലയങ്ങളായി തീരാറെന്ന് കേട്ടിട്ടുണ്ട്.
ഇതൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും അറിയില്ല. ഒറ്റ ശ്വാസത്തിൽ അതൊക്കെ പറഞ്ഞു പോകണം കേട്ടോ. അതൊക്കെ വിസ്തരിച്ച് പറയേണ്ട സംഗതിയാണ്. 38 കടന്നു. ഇനി എനിക്ക് ഇതും കൂടി പറഞ്ഞിട്ട് വേണം ഇതാക്കാൻ. വരട്ടെ. അപ്പോൾ എന്തേടെ പറഞ്ഞു? ആദ്യത്തെ എലമെൻ്റ് അഗ്നിക്ക് ആരെ കൊടുത്തു? ശരീരത്തെ കൊടുത്തു. ഇനി 4 എലമെൻ്റ്. അഗ്നി അത് വായുവിന് കൊടുത്തു. അഗ്നി വായുവിലേക്ക് കൊടുത്തു. അപ്പോൾ രണ്ടാമത്തെ എലമെൻ്റ് വായു. പറഞ്ഞ മനസ്സിലേ? അഗ്നി വായു. ഇനി 3ാമത്തെ എലമെൻ്റ് വായു ഇതിനെ സ്പേസിലേക്ക് കൊടുത്തു. സ്പേസ് എന്ന് പറഞ്ഞാൽ ആകാശം. അത് 3ാമത്തെ എലമെൻ്റാണ്. 3ാമത്തെ എലമെൻറ്റിന് കൊടുത്തു. ഇനി 2 എലമെൻറ്റും കൂടിയുണ്ട്, ഭൂമി, ജലം. അതിൽ ഭൂമിയിൽ വെച്ചിട്ടാണ് ദഹിപ്പിക്കുന്നത്. അപ്പം 4ാമത്തെ എലമെൻറ്റ് ഭൂമിക്ക് കൊടുത്തു. 5ാമത്തെ എലമെൻറ്റ് ജലമാണ്. ഈ ജലത്തിന് കൊടുക്കാനാണ് സഞ്ചയനാദി ക്രിയകളിൽ ക്രിയകളിൽ ഈ അസ്ഥിപഞ്ചരവും ബാക്കിയുള്ളതും എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണത്? നിമഞ്ജനം ചെയ്യണത്. അതായത് തീർത്ഥസ്ഥലികൾ. അപ്പോൾ ജലത്തിനും കൊടുത്തു. ഈ 5 എണ്ണത്തിലേക്ക് തിരിച്ച് ലയിപ്പിക്കുകയാണ് ഈ ശരീരത്തെ ചെയ്യണത്. ഇത് നന്നാക്കി മനസ്സിലാക്കിയാൽ കാര്യം പിടികിട്ടും. അപ്പം നമുക്ക് രൂപം കിട്ടുന്നത് എവിടുന്നാന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ. ഇതിൽ ശബരിമലയിലെ നെയ്ത്തേങ്ങയൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിച്ചാൽ മനസ്സിലാവും. ഞാൻ അമ്മയുടെ ഗർഭത്തിലേക്ക് കടക്കുമ്പം ശ്രദ്ധിക്കേണ്ടത്, അമ്മയുടെ ഗർഭത്തിലേക്ക് കടക്കുമ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അവിടെ കളരി അഭ്യസിക്കുന്ന ആൾക്കാരുണ്ട്. അതാ ഞാൻ വീണ്ടും ഇത് പറയാൻ കാരണം. ഒരു കുട്ടി ജനിക്കുമ്പോൾ നോക്കുക, ഒരു നവജാത ശിശു ജനിക്കുമ്പോൾ അതിൻ്റെ തലയുടെ മുകളിൽ ഇവിടെ ഒരു ഓട്ടയാണ്. നിങ്ങൾ തപ്പി നോക്കിയിട്ട് കാര്യമില്ല. അത് മൂത്ത് മുരടിച്ച് അങ്ങേ തലക്കിലെത്തിയിട്ടുണ്ടാവും. ഞാൻ കുട്ടിയുടെ കാര്യമാണ് പറയണത്. ചിലർ തപ്പി നോക്കുകയാണ് ഇവിടെ ഓട്ടം ഉണ്ടോ എന്ന്. ഓട്ടം ഉണ്ടാവില്ല. ഇതിവിടെ ഒരു ഓട്ടയാണ്. അവിടെ ഒരു തൊലി മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനാണ് ബ്രഹ്മരന്ധ്രം എന്ന് വിളിക്കുക. ബ്രഹ്മരന്ധ്രം. ഇതിനെ നന്നാക്കി ആഴത്തിൽ മനസ്സിലാക്കൂ. ബ്രഹ്മരന്ധ്രം. ആ ബ്രഹ്മരന്ധ്രത്തിനുള്ളിലൂടെയാണ് ഈ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഈ ശരീരത്തിലേക്ക്. അതുകൊണ്ടാണ് നെയ്ത്തേങ്ങ. അതാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ പൂർവ്വജന്മാർജിതമായ പുണ്യപാപങ്ങൾ തുല്യമാകുന്ന ഈ ജീവാത്മാവ് ഒരു ശരീരം തേടി നടക്കുകയും അത് ഈ ബ്രഹ്മരന്ധ്രത്തിലൂടെ ഉള്ളിലേക്ക് കയറുകയുമാണ് ചെയ്യുന്നത്. അതാണ് ഈ നെയ്ത്തേങ്ങ. തേങ്ങേൻ്റെ മൂർധാവിലാ ഓട്ട. ശരിയാണോ അല്ലയോ? അതിൻ്റെ ഉള്ളിലേക്ക്, അതായത് ഈ തേങ്ങ ശരീരമാണ്, അതിൻ്റെ ഉള്ളിലേക്ക് ഒഴിക്കുന്ന നെയ്യ് ആത്മചൈതന്യമാണ്. കാരണം കേടുവരാതിരിക്കുന്ന 2 പൂജാദ്രവ്യങ്ങളിൽ ഒന്നാണ് നെയ്യ്. പ്രധാനപ്പെട്ട നെയ്യ്. അതാണ് നിങ്ങളുടെ ക്ഷേത്രത്തിൽ, നിങ്ങളുടെ ഭഗവതി ക്ഷേത്രത്തിൽ പോയി നോക്കുക. അവിടെ നിവേദ്യം കൊടുക്കുന്നത് അന്നാണ് നിവേദ്യം കൊടുക്കുന്നത്. ആണോ അല്ലയോ? അന്നമല്ലേ? ഉണങ്ങല്ലേരിയാണ് ഇതിൻ്റെ ഉള്ളിൽ നിവേദ്യം കൊടുക്കുക. ആണോ അല്ലയോ? പറയൂ. നിങ്ങൾ ഞാനും കഴിക്കുന്ന പുഴുങ്ങല്ലേരി അല്ല ഇതിൻ്റെ ഉള്ളിൽ നിവേദ്യം കൊടുക്കുക. ആ നിവേദ്യം അന്നം കൊടുക്കാൻ കാരണം അന്നമയമായ ശരീരമാണെന്ന സങ്കല്പത്തിലാണ് ശരീരത്തെയാണ് സമർപ്പിക്കുന്നത്. അത് കൊടുക്കുമ്പോൾ ഗായത്രി ചൊല്ലി അതിൽ നെയ്യ് ഉപസ്തരിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഗായത്രി ചൊല്ലി അതിൽ നെയ്യ് ഉപസ്തരിക്കും എന്ന് വെച്ചാൽ ആത്മചൈതന്യത്തെ കൂടി അതിൽ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുക? പറയൂ. എന്ത് ചെയ്യുക? അതായത് ദേവിക്ക് സമർപ്പിക്കുക. എത്ര സുന്ദരമായ ഭാവമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇതിൻ്റെ താന്ത്രിക തലം ആഴത്തിൽ പഠിക്കണം. അത് പഠിക്കാതെ മേപ്പെട്ട് നോക്കി നടന്ന് ഇത് പൊട്ടത്തരാന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് പറയാനാ? ഒന്നും പറയാനില്ല. അവസാനം നിങ്ങൾ വരും, കളത്തിലേക്ക് വരും. എന്താ സംശയം? പൂത്താമ്പള്ളി ബാലൻ വന്നുവെങ്കിൽ, പൂത്താമ്പള്ളി ബാലകൃഷ്ണ മേനോൻ വന്നുവെങ്കിൽ, അത്ര അഹങ്കാരിയായ ബാലകൃഷ്ണ മേനോൻ വന്നുവെങ്കിൽ പിന്നെ നമ്മളും ഞാനും നിങ്ങളും ഒക്കെ എന്താ? ഒന്നുമല്ല. പൂത്താമ്പള്ളി ബാലകൃഷ്ണ മേനോൻ ആരാന്ന് നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല. വിസ്തരിക്കാൻ ഇപ്പം എന്ത് സമയമില്ല കേട്ടോ. അദ്ദേഹമാണ് സ്വാമി ചിന്മയാനന്ദൻ. സന്യാസിമാരുടെ കാപട്യത്തെ വെളിവാക്കാൻ പോയതാ. ആളെ കുടുങ്ങിപ്പോയി. കള്ളന്മാരെന്ന് ആദ്യം വിളിച്ചത് സന്യാസിമാരെ. പിന്നെ അയാൾ കാഷായം ധരിച്ചു. ആ രസം. സന്യാസിമാരെ കള്ളൻ എന്ന് വിളിച്ചവൻ പിന്നെ കാഷായം ധരിച്ചിങ്ങോട്ട് ഇറങ്ങിപ്പോന്നു. ഇത് വിസ്തരിക്കണം. സമയമില്ലാത്തോടെ ഏത് അഹങ്കാരിയും വരും. സംശയം എന്താ? നമ്മളെ സ്വത്തും അറിയാണ്ട് പോകാൻ കഴിയില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഉള്ളിലാണ് ആനന്ദം, പുറത്തല്ല. ഇത് കാട്ടിത്തരിക ദേവി ചെയ്യണത്. പുറത്തൊന്നും തേടേണ്ടയില്ല, ഇതിൻ്റെ ഉള്ളിലാണുള്ളത്. പുറത്ത് നിങ്ങൾ തേടുന്നതിനെയാണ് ഇക്കിളി എന്ന് വിളിക്കുക. കൊറോണേൻ്റെ ശേഷം അത് കൂടി. അതേ കുട്ടികളും വലിയൊരു ഓടാൻ തുടങ്ങി. ശരിയാണോ അല്ലയോ? ആ കൊറോണ നടന്ന സമയത്ത് കോട്ടയ്ക്കെന്നൊരു കോള് വരികയാണ്. എന്താണെന്നറിയോ? പ്രമോദ് സാറേ, സുരേഷിൻ്റെ ഭാര്യ പോകാൻ നിൽക്കണമെന്ന് പിടിക്കണം എന്ന് പറഞ്ഞു. സുരേഷിൻ്റെ ഭാര്യനെ പിടിക്കുന്ന പരിപാടിയാണ് എനിക്ക്. ഞാൻ പറഞ്ഞു പോയി കോട്ടയായിരുന്നു. അത് ചൊറിയിൽ മാന്തനായിരിക്കാം. മാന്തുമ്പോൾ നല്ല സുഖ. പിന്നെ നീറ്റലും പോച്ചലും ബാക്കി ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് അനുഭവിക്കുക. അല്ലെങ്കിൽ 2-3 പീസൊക്കെ ആയി സൂട്ട് കേസിലൊക്കെ ആയി താഴ്വാരം കാണാം. ഇക്കിളി ആട്ടി ഓടിക്കാൻ പഠിക്കൂ. ഇത് നന്നായി പഠിക്കൂ. ഇക്കിളി ആട്ടി ഓടിക്കാൻ പഠിക്കൂ. ഉള്ളാണ് ആനന്ദം. നമ്മുടെ ഉള്ളിലാണ് എല്ലാ കഴിവും. അതിനെ മനസ്സിലാക്കൂ. അതുകൊണ്ടാണ് അക്കിത്തം പാടിയത്. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയോടൊപ്പം ഇരിക്കുമ്പോൾ ഞാൻ ഈ വരി തന്നെയാ ചൊല്ലിയത്. എന്താ വരി? ഗുരുവായൂരിലേക്കുള്ള ദൂരം താണ്ടവേ. കുഞ്ഞുണ്ണി മാഷ് എനിക്കൊരു വരി കവിത അയച്ചെന്നീനെ അയ്യപ്പോൾ അവിടെ പറയാൻ നിൽക്കില്ല. ഒറ്റ വരിയാ. അത് പിറന്നാൾ സമ്മാനമായിട്ട് അയച്ച വരിയാ. ഞാൻ ഈശനിൽ വസിച്ചെന്നാൽ ഈശൻ എന്നിൽ വസിച്ചിടും. അതാണ് ആ വരി. വലിയ അത്ഭുതമുള്ളൊരു എന്താ പറയുക ഋഷിതുല്യനായ കവി. അദ്ദേഹം പറഞ്ഞതാണ്, ഗുരുവായൂരിലേക്കുള്ള ദൂരം താണ്ടവേ എന്നിൽ നിന്ന് എന്നിലേക്കുള്ള ദൂരം കണ്ട അമ്പരന്നു ഞാൻ.
വരി ഒന്നുകൂടി നന്നായി മനസ്സിലാക്കിക്കോളൂ, ഒന്നുകൂടി നന്നായി മനസ്സിലാക്കി. ഗുരുവായൂരിലേക്കുള്ള ദൂരം താണ്ടവേ, ഗുരുവായൂരിക്ക് ഈ ദൂരം മുഴുവൻ താണ്ടി പോയപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് എന്ത്? എന്നിൽ നിന്ന് എന്നിലേക്കുള്ള ദൂരം. അവിടെ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ പോയിട്ട് നമ്മൾ കണ്ണടച്ചുമ്പോൾ ഉള്ളിക്കാൻ നോക്കണം ആ ഗുരുവായൂരപ്പനെ. ശരിയാണോ അല്ലയോ? അങ്ങനെ തന്നെയല്ലേ? ആണോ അല്ലയോ? അല്ല അങ്ങനെ കണ്ണു തുറന്ന് അങ്ങനെയല്ല, കണ്ണൊന്ന് തുറക്കും എന്നിട്ടൊന്ന് അടച്ചിട്ട് ഉള്ളിക്ക് നോക്കും. ഗുരുവായൂരിലേക്കുള്ള ദൂരം താണ്ടവേ എന്നിൽ നിന്ന് എന്നിലേക്കുള്ള ദൂരം കണ്ട് അമ്പരന്നു ഞാൻ. ആ ഈശ്വരൻ ഇരിക്കുന്നത് ഈ ഉള്ളിലാ. ഇത് പഠിപ്പിക്കണം. ശിവോഹം 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 ആനന്ദോഹം. ഞാൻ ആനന്ദമാണ്, വേറെ വെട്ടിയും പോണ്ടയില്ല. ഇത് പഠിപ്പിക്കലായിരുന്നു കളരിയൊക്കെ. മൂലാധാരത്തിൻ്റെ ഉയർച്ച. 2 മിനിറ്റ് കൂടിയേ 44 എത്തി. എനിക്കിനി കുറച്ചും കൂടി സമയമുള്ളൂ, ഇതിനൊന്ന് പറഞ്ഞൊപ്പിക്കണം. അപ്പോൾ ഈ ശരീരം കൊടുത്തത് ബീജം കൊടുക്കുന്നതിലൂടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആര് ബീജം കൊടുക്കുന്നതിലൂടെ? അച്ഛൻ ബീജം കൊടുക്കുന്നതിലൂടെ. ഈ ബീജം കൊടുക്കൽ ചടങ്ങ് നിങ്ങളുടെ ക്ഷേത്രത്തിലുണ്ട്. ആ ബീജം കൊടുത്താലേ രൂപം കിട്ടൂ. ആ ബീജം കൊടുക്കുന്നത് അനാഹത ചക്രത്തിൽ തൊട്ട്. നന്നാക്കി ഇങ്ങോട്ട് മനസ്സിലാക്കൂ. അനാഹത ചക്രത്തിൽ തൊട്ട്. ഇതാണ് അനാഹത ചക്രം. ഇതൊക്കെ വിസ്തരിക്കാൻ പിന്നെ എപ്പോഴും ഒത്തുകൂടാ, ഇന്ന് പറയില്ല, ഇന്ന് പറയാൻ സമയം കിട്ടില്ല. അനാഹത ചക്രത്തിൽ തൊട്ട് തൻ്റെ തപശക്തിയുടെ ഒരു അംശത്തെ ബീജമാക്കിയിട്ടാണ് ക്ഷേത്രത്തിൻ്റെ പിതാവായ തന്ത്രികൾ ആ ചൈതന്യത്തെ ആവാഹിച്ച്, ഏത് ചൈതന്യത്തെ? ദേവീ ചൈതന്യത്തെ ആവാഹിച്ച് ഈ ബീജവും കൂടി കൂട്ടിക്കൊടുത്താലേ ആ വിഗ്രഹം സ്പന്ദിക്കുള്ളൂ അത്രേ, ഇല്ലെങ്കിൽ സ്പന്ദിക്കില്ല. വെറുതെ നിങ്ങൾ ആവാഹിച്ച് അങ്ങോട്ട് പ്രതീക്ഷ സ്പന്ദിക്കില്ല, കാരണം രൂപം കൊടുക്കണം. കേൾക്കണ്ടോ ഇല്ലയോ? അതുകൊണ്ടാണ് തന്ത്രികളെ ക്ഷേത്രത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കുന്നത്. ഉത്സവം കൊടിയേറ്റ് നടത്തുന്നതിൻ്റെ മുന്നേറ്റ ചടങ്ങ് ഗണപതി ഹോമമാണ്. മൂലാധാരത്തെ ഉണർത്തല. ഗണപതി ഹോമം കഴിഞ്ഞാൽ ഈ തന്ത്രികളെ, ശ്രദ്ധിക്കൂ, തന്ത്രികളെ ആചാര്യനായി വരിച്ച് കൊടിയേറ്റ് നടത്തുക. ഒക്കെ ഒന്ന് പോയി കാണും അമ്പലത്തിൽ പോയിട്ട്. കേൾക്കണ്ടോ ഇല്ലയോ? അദ്ദേഹത്തെ ആചാരനായി വരിക്കാൻ കാരണം എന്താ വെച്ചാൽ അദ്ദേഹമാണ് ഇതിനെന്ത് ചെയ്യണത്? പിതൃസ്ഥാനീയനായി നിൽക്കുന്നത്. ഏതിൻ്റെ? ഈ ദേവിയുടെ. അതായത് ബീജം കൊടുക്കുന്നു എന്നുള്ളതിനെ കൊണ്ടാണ്. വ്യക്തമായിട്ട് കേൾക്കണേ. നിങ്ങൾക്ക് അത്ര രസമൊന്നും ഉണ്ടാവില്ല ഈ ഉച്ചയ്ക്ക് ഈ വിഷയം വെച്ചാൽ അത്ര രസമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇത് പറയാനാണ് എന്നോട് പറഞ്ഞത്, അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. എനിക്ക് നിങ്ങളെ തമാശയൊക്കെ പറഞ്ഞ് രസിപ്പിച്ച് പോകാൻ അറിയാഞ്ഞിട്ടല്ല. നന്നായിട്ട് ശ്രദ്ധിക്കും. പക്ഷേ എത്ര കാലം അങ്ങനെ കേട്ടുപോകും? സത്യം അറിയണ്ടേ? വേണോ? സത്യം അറിയണോ വേണ്ടയോ? ആഴത്തിൽ ആ സത്യം അറിയണം. ഒരു 10 ആൾ കേട്ടാൽ മതി, എനിക്ക് അത്രയേ വേണ്ടൂ. 10 ആൾ ഈ തറവാട്ട് കേൾക്കാൻ ഉയരുക. അപ്പോൾ അവർ കൊണ്ടുനടന്നോളൂ, ഒരു പ്രശ്നമില്ല, അവർ മുകളിലേക്ക് കൊണ്ടുപോയിക്കോളും. ആ ദേവി അവരെ കടാക്ഷിച്ചിരിക്കും, ഒരു സംശയമില്ല. ആ ദേവി ഉണരുന്നതിനനുസരിച്ച് അവർക്കൊക്കെ മാറ്റം ഉണ്ടാവും. സംശയമൊന്നും വേണ്ട, എഴുതി ഒപ്പിട്ടുതരാം. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയണത്. എൻ്റെ കൂടെ ഉണ്ടല്ലോ, എല്ലാവരും ഉണ്ടല്ലോ. എന്തേപോലെ പറഞ്ഞു ഞാൻ. ഇനി എന്താണ് ആ ദേവി? അതാണ് ഇനി കാട്ടിത്തരുന്നത്. ഇപ്പം ഈ പ്രതിഷ്ഠ നടത്തുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ബീജം കൊടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒന്ന് ഓടിച്ച് പറഞ്ഞാണ് ഇനി എന്താണ് ആ ദേവി എന്നാണ് സാമാന്യേന കാട്ടിത്തരുന്നത്. ഒരു ക്ഷേത്രത്തിന് സ്ഥൂല സൂക്ഷ്മ ശരീരമുണ്ട്. നോക്കൂ, ഭഗവാൻ കൃഷ്ണൻ 64 കിലോമീറ്റർ നീളവും 64 കിലോമീറ്റർ വീതിയുമുള്ള ഹരിയാനയിലെ കുരുക്ഷേത്ര യുദ്ധഭൂമിയുടെ പടിഞ്ഞാറ് വശത്ത്. നിങ്ങൾ കുരുക്ഷേത്രത്തിൽ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പോയവരാരെയുണ്ടെന്ന് കൈപോക്കൂ. ഇതിൽ കുരുക്ഷേത്രത്തിൽ, ഹരിയാനയിൽ കുരുക്ഷേത്രത്തിൽ പോയവർ? ഞാനവിടെ പോയിട്ടുണ്ട്. ഞാൻ ഭഗവാൻ കൃഷ്ണൻ അർജുനന് ഗീതോപദേശിക്കുന്നതിന് സാക്ഷിയായി നിന്ന വടവൃക്ഷത്തിൻ്റെ കുട്ടിയുടെ കുട്ടി ഇപ്പോഴും ഉണ്ട് അവിടെ. ചുവട് പോയി നിന്നിട്ടുണ്ട്. അവിടെ വെച്ചാണ് അർജുനന് 700 ശ്ലോകമുള്ള ഗീതോപദേശിക്കുന്നത്. ആ ഗീതാകാരനോട്, അഥവാ നിറന്ന പീലികൾ നിരക്കവേ കുത്തി നെറുകയിൽ കൂട്ടി തിറമുടി കെട്ടി നിൽക്കുന്ന ഭഗവാനോട് അർജുനൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം എന്നറിയോ? ഭഗവാനെ, എന്താണ് ക്ഷേത്രം? ശ്രദ്ധിച്ചു കേൾക്കൂ. ഈ ചോദ്യം ചോദിക്കണത്. ഈ ചോദ്യം മനസ്സിലാക്കി ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി. എന്താണ് ഭഗവാനെ ക്ഷേത്രം? അതിന് ഭഗവാൻ തിരിച്ചു പറയുന്ന മറുപടി എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. ഞാനല്ല പറയണത്, ഭഗവാനാ പറയണത്. എന്താ പറഞ്ഞേ? ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. ഈ ശരീരമാണ് കുന്തിപുത്ര ക്ഷേത്രമെന്നറിയപ്പെടുന്നത്. ഈ ശരീരത്തിൻ്റെ അതേ രൂപത്തിലാണ് ഓരോ ക്ഷേത്രവും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അംഗോപാംഗങ്ങൾ മുഴുവൻ ഇല്ലെങ്കിലും. ചില ക്ഷേത്രത്തിൽ അംഗങ്ങൾ മുഴുവൻ ഉണ്ടാവും, ചില ക്ഷേത്രത്തിൽ അംഗോപാംഗങ്ങൾ മുഴുവൻ ഉണ്ടാവില്ല. ഇവിടുത്തെ അമ്പലത്തിൽ കൊടിമരം ഉണ്ടോ? ഇല്ല. കൊടിയേറ്റ് നടക്കാറുണ്ടോ? ഉത്സവത്തിന് കൊടിയേറ്റ് നടത്താറുണ്ട്. നിങ്ങൾ താൽക്കാലികമായിട്ടുള്ള കൊടിമരത്തിൽ നടത്താറുണ്ട്. അതാ ചോദിച്ചത്. അപ്പോൾ കൊടിമരമുള്ള പൂർണ്ണമായ അർത്ഥത്തിലുള്ള ക്ഷേത്രമുണ്ട്. എന്നാൽ അംഗോപാംഗങ്ങൾ മുഴുവനാവാത്ത ക്ഷേത്രങ്ങളും ഉണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഇതിനെ ഇനി മുഴുവനാക്കി കൊണ്ടുവരണം. അപ്പോൾ ഈ തറവാട് മുകളിലേക്ക് കയറിപ്പോവും. പ്രൗഢിയിൽ നിൽക്കും. സംശയം എന്താ? പ്രൗഢിയിൽ തിളങ്ങി നിൽക്കും. ഓരോരുത്തർക്കും ദുഃഖ ദുരിതമാണ് ഒഴിയും. ശ്രമിച്ചു നോക്കി ഞാൻ ഈ പറഞ്ഞത്. സംശയം ഉണ്ടെങ്കിലൊന്ന് ശ്രമിച്ചു നോക്കുക.
കേൾക്കണ്ടോ ഞാൻ പറഞ്ഞത്? ഒന്ന് ആ മൂലാധാരത്തുണരുക. നോക്കൂ എന്താ പറഞ്ഞത്? ഇതം ശരീരാണ് ക്ഷേത്രം. ഇനി ഒന്നുകൂടി കടന്നു പറഞ്ഞു ഭഗവാൻ, ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. ഹേ കുന്തിപുത്ര, ഈ സകല ക്ഷേത്രത്തിൻ്റെ ഉള്ളിലിരിക്കുന്നവൻ ഞാനാണെന്നറിഞ്ഞാലും ആണ്. പല പേരുകളിൽ അറിയപ്പെടുന്നത് ഞാനാണ്. ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഇവിടെ ഒരു ക്ഷേത്രം, അതൊരു ക്ഷേത്രം, അപ്പുറത്തൊരു ക്ഷേത്രം, ഇതൊക്കെ ക്ഷേത്രമാണ്. ഈ ഇരിക്കുന്നത് മുഴുവൻ ക്ഷേത്ര. ഇതിന് ഭംഗിയായി കൊണ്ടുനടക്കണം. ഇതിൻ്റെ ഉള്ളിലുള്ള ക്ഷേത്രജ്ഞനെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോണം. ക്ഷേത്രജ്ഞയോർ ജ്ഞാനം യത്തജ്ഞാനം മതം മമ. ഈ ക്ഷേത്രത്തെക്കുറിച്ചും ശരീരമാകുന്ന ക്ഷേത്രത്തെക്കുറിച്ചും അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ക്ഷേത്രജ്ഞനെക്കുറിച്ചുമുള്ള അറിവാണ് യഥാർത്ഥത്തിലുള്ള അറിവ്. ഇപ്പോൾ ചിലരൊക്കെ നല്ല ഉറക്കത്തിലേക്ക് കടന്നിരിക്കുന്നു. കാരണം എന്താ പറയുക, ഫിസിക്സ് കെമിസ്ട്രിയുടെ ക്ലാസ്സിൽ നമ്മൾ വല്ലാതെ ഇരിക്കില്ല. അണ്ട് വെടിയും തമാശയൊക്കെ പറയുന്ന ക്ലാസ്സാണ് ഇപ്പോൾ ഇങ്ങനെ കണ്ണുറ്റിരിക്കും. കാരണം വെച്ചാൽ അത് ആഴത്തിലുള്ള വിഷയമാണ് ചർച്ച ചെയ്യുക. അവിടെ ആഴത്തിലുള്ള വിഷയം ഇത് കേൾക്കണമല്ലോ, ഇത് അറിയണമല്ലോ, വേണ്ടേ? ഇത് ആരും ഒരു വേദിയിലും വല്ലാതെ പറഞ്ഞു കൊടുക്കില്ല. പറഞ്ഞു കൊടുത്താൽ അവരൊന്നും കേൾക്കില്ല എന്നുള്ളതിനെ കൊണ്ടാണ് ഏക്കണേ കേട്ടോട്ടെ എന്തെങ്കിലും ചെയ്തോട്ടെ എന്നാണ്. ഇവിടെ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ വിഷയം വെച്ചതിനെ കൊണ്ടാണ് ഇത് പറയണം. ഇല്ല ഈ വഴി തൊടൂല്ല. വരട്ടെ, തിരിച്ചു വരട്ടെ, കൂടല്ലേ, എൻ്റെ കൂടല്ലേ, ഒന്നിച്ചു വരില്ലേ? അപ്പം നമ്മുടെ ശരീരം പോലെയാണ് ക്ഷേത്രം ഉണ്ടാക്കിയത്, ആണോ അല്ലയോ? അതിന് ബാഹ്യ ശരീരമുണ്ട്. ഗുരുവായൂർ പോയി നോക്കിയാൽ ബാഹ്യ ശരീരം ഞാൻ കാട്ടിത്തരാം. 1 മിനിറ്റ് കൊണ്ട് ഞാൻ ആ ബാഹ്യ ശരീരം പറയും, സമയമില്ലാത്തതുകൊണ്ടാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ശ്രീകോവിൽ, അത് പൂർണ്ണാർത്ഥത്തിലുള്ള ക്ഷേത്രം ആയതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ പറയണത്. ശ്രീകോവിൽ എന്ന് പറയുന്നത് ദേവൻ്റെ ശിരസ്സാണ്. സാമാന്യനെ മനസ്സിലാക്കിക്കോണം. ദേവൻ്റെ ശിരസ്സാണെന്ത്? ശ്രീകോവിൽ. അകത്ത ബലിവട്ടുണ്ട്, ഉള്ളിലൊരു ബലിക്കൽ വട്ടം, ചെറിയ ബലിക്കൽ വട്ടം എന്നാണ് അതിനെ വിളിക്കുക, ഈ ശ്രീകോവിലിനോട് ചേർന്നിട്ട്. അത് ദേവൻ്റെ മുഖമാണ്, അഥവാ ദേവിയുടെ മുഖമാണ്. ഏത് പ്രതിഷ്ഠയാച്ചാൽ അത്. ഇനി തൊട്ട് പുറത്തേക്ക്, ആ ചെറിയ ബലിക്കലിൻ്റെ തൊട്ട് പുറത്തേക്ക് വന്നാൽ അവിടെ ചുറ്റമ്പലം കാണാം. ആ ചുറ്റമ്പലം എന്ന് പറയുന്നത് ദേവൻ്റെ അഥവാ ദേവിയുടെ മാറിടമാണ്. അംഗോപാംഗങ്ങൾ മുഴുവൻ ഉണ്ട്. ഇനി ഞാൻ പറയാൻ പോണ കാര്യം വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മൾ ശ്രീകോവിൽ, ഉറങ്ങരുത്, ശിരസ്, അകത്ത ചെറിയ ബലിവട്ടം, പറയൂ, ബലിവട്ടം, മുഖം, ചുറ്റമ്പലം, മാറിടം. ഇനി വരൂ, ചുറ്റമ്പലത്തിൻ്റെ തൊട്ട് പുറത്തേക്ക് വന്നാൽ അവിടെ വലിയ ബലിക്കൽ വട്ടം കാണാം. വലിയ ബലിക്കല്ല്, അതിൻ്റെ പുറത്താ വലിയ ബലിക്കല്ല്. ഈ വലിയ ബലിക്കലിൻ്റെ മുകളിലാണ് ശ്രീഭൂത ബലി, ഉത്സവ ബലി ഒക്കെ തൂവണത്. അതായത് ഉത്സവത്തിന് ഗുരുവായൂർ പോയി നോക്കിയാൽ കാണാം, ബലി തൂവിയിട്ട് ഇങ്ങനെ പോകും, അതിങ്ങനെ അടിച്ചെടുത്ത് പോകണത് കാണാം. അപ്പോൾ ഉത്സവ ബലിയൊക്കെ തൂവണത് അതിൻ്റെ മുകളിലാണ്. 10 മിനിറ്റ് കൂടി എനിക്ക് ഇനി കിട്ടുള്ളൂ. ഒന്ന് വേഗം ശ്രദ്ധിക്കുക, എന്നാലേ എനിക്ക് സ്പീഡ് പറഞ്ഞു പോകാൻ പറ്റുള്ളൂ. ഇത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ കേൾക്കണ്ടോ ഇല്ലയോ? ഈ വിഷയം പറയാൻ കുറച്ച് കടുപ്പാണ്. ഇനിയും കുറച്ച് കാര്യം കൂടി എനിക്ക് പറയണ്ട. അതിനപ്പം ഞാൻ ഈ ഓടിച്ചു കൊണ്ടുപോകണത് നിങ്ങളെ. വരട്ടെ, എന്തേലും പറഞ്ഞു. അപ്പോൾ ചുറ്റമ്പലം, മാറിടം. ഇനി ചുറ്റമ്പലത്തിൻ്റെ തൊട്ട് പുറത്ത് പറയൂ വലിയ ബലിക്കൽ വട്ടം. ആ വലിയ ബലിക്കൽ വട്ടം എന്താണെന്നാണ് പറയുന്നത്? ഉത്സവ ബലി തൂന്ന വലിയ ബലിക്കൽ വട്ടം എന്ന് പറയുന്നത് ദേവൻ്റെ അഥവാ ദേവിയുടെ അരക്കെട്ടാണ്. ഇത് ഓർത്ത് വെച്ചോണം. ഇവിടുന്നാണ് ഞാൻ ഇനിയുള്ള കാര്യം പറയുക. ദേവൻ്റെ അഥവാ ദേവിയുടെ അരക്കെട്ടാണെന്ത്? പുറത്തെ വലിയ ബലിക്കൽ വട്ടം. ആ വലിയ ബലിക്കൽ വട്ടം തൊട്ട് ക്ഷേത്രമതിൽ വരെ, ക്ഷേത്രമതിലിനെ നമ്മൾ പണ്ട് ആനപ്പള്ള എന്നൊക്കെ വിളിക്കും. വെട്ടുകല്ലുകൊണ്ട് ഇങ്ങനെ ഒരു വയറുണ്ടാവും, അതിനൊരു വക്കുണ്ടാവും, ഒരു കുടത്തിലേക്കാക്കി നിർത്തിയ പോലെയാണ് അവിടെ ചൈതന്യം ഉണ്ടാവുക. ആ ആനപ്പള്ള എന്നല്ല തന്ത്രഭാഷയിൽ അതിനെ വിളിക്കുന്നത് മര്യാദ എന്നാണ്. അപ്പോൾ ഈ വലിയ ബലിക്കല്ല് മുതൽ പറയൂ ഈ മര്യാദ വരെയുള്ള ഭാഗം ദേവൻ്റെ കാലാണ്. മനസ്സിലായില്ലേ? ഇനി നോക്കൂ, ആ ദേവീ വിഗ്രഹം കിഴക്കോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങോട്ടാച്ചാൽ ആ തിരിഞ്ഞ് നിൽക്കുന്ന 2 വശത്തും ഗോപുരം ഉണ്ടാവും. അതായത് മതിലിനോട് ചേർന്ന് ഗോപുരം ഉണ്ടാവും. ആ ഗോപുരം എന്ന് പറയുന്നത് ദേവിയുടെ പാദമാണ്. അതുകൊണ്ടാണ് മധുരമീനാക്ഷി ക്ഷേത്രത്തിലൊക്കെ പോയാൽ ശ്രീകോവിലിനേക്കാൾ ഉയരത്തിലാണെന്ത്? ഗോപുരം. എന്താ കാരണം? ആ പ്രദേശവാസികൾ ഉണർന്നെഴുന്നേറ്റാൽ ആദ്യം കാണേണ്ടത് ഗോപുരം. അപ്പോൾ ദേവിയുടെ പാദം എന്ന ഭാവേന അവർ സങ്കല്പിക്കും. ഇതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കൂ. ഞാൻ നിർത്തണോ? ഇതുകൂടി ഒന്ന് പറഞ്ഞ് തീർത്തിട്ട് പോരെ? ഞാൻ ഈ മൂലാധാരത്തെ ഒന്ന് കാട്ടി തന്നിട്ട് പോരെ നിർത്തൽ? നിങ്ങൾ ചിലരൊക്കെ ഡിസ്ട്രാക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്കറിയാം, കടുപ്പാണ്. കാരണം ഉച്ചയ്ക്ക് ഭക്ഷണം ചൂടും ഉണ്ടാവും ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ. എന്താ വേണ്ടത്? തുറന്നോട്ടെ. സദസ്സ് കേൾക്കാൻ ആഗ്രഹിക്കുമെങ്കിൽ മാത്രമേ പറയുള്ളൂ. കാരണം ഉച്ചയ്ക്ക് ശേഷം ഇതൊക്കെ തന്നെയാണ് പരിപാടി. കേൾക്കാനിരിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കണം, അല്ലാത്തവരെ വിടണം. നിർബന്ധിച്ച് ആരെയും കുത്തി ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വരില്ലേ? എന്താ അഭിപ്രായം? 10 മിനിറ്റ് കൂടി സൈക്കി. വരട്ടെ. എന്തേ പറഞ്ഞു? ഇത് സ്ഥൂല ശരീരം. കേൾക്കണ്ടോ ഇല്ല? ഇത്രയും സ്ഥൂല ശരീരം. ഇനി നോക്കൂ, ഇതിനൊരു സൂക്ഷ്മ ശരീരം ഉണ്ട്. അതാണ് കാണിച്ചു തരാൻ പോണത്. ശ്രദ്ധിക്കൂ. കൊടിയേറ്റ് നടക്കുമ്പോൾ നിങ്ങൾ നോക്കുക, കൊടിമരം നോക്കുക. ഒരു ക്ഷേത്രത്തിൽ കൊടിമരം. ഇപ്പോൾ നമ്മളെ ഉത്സവം നടക്കുമ്പോൾ അവിടെ കൊടിമരം ഉണ്ടോ ഇല്ലയോ? ഈ കൊടിമരം എവിടെയാണ് വെച്ചത് എന്ന് നോക്കുക. എല്ലാവരും ഇങ്ങോട്ട് നോക്കണേ. കൊടിമരം, ക്ഷേത്രത്തിൽ കൊടിമരം ഉണ്ടെങ്കിൽ, താൽക്കാലിക കൊടിമരമാണെങ്കിൽ അത് മുളയോ അല്ലെങ്കിൽ കഴുങ്ങോ ആയിരിക്കും. രണ്ടും ചെത്തിയിട്ടാണ് വെക്കുക. അതിന് കശേരുക്കൾ ഉണ്ടാവും.
കശേരുക്കളുണ്ടാവും. സത്യം പറഞ്ഞാൽ ഈ കൊടിമരം എന്ന് പറയുന്നത് ദേവൻ്റെ മേരുദണ്ഡാണ്. മേരുദണ്ഡ് വെച്ചാൽ നട്ടെല്ലാണ്. ഇതാണ് പഠിച്ചു വെക്കേണ്ടത്. ഇതെന്നാണ് ഞാൻ ഇനി പറയാൻ പോണത്. ഈ നിലവിളക്ക് കൊളുത്തുമ്പോൾ എത്ര പേര് ഈ നിലവിളക്കിൻ്റെ മഹിമ അറിഞ്ഞു എന്ന് എനിക്കറിയില്ല. ഇത് ചിഹ്നമാണ്, ഇത് അടയാളമാണ്. ഇതിനെ പഠിച്ചു വെക്കണം, പഠിക്കാതെ പോകരുതേ. ഇത് ചിഹ്നമാണ്, ഇത് അടയാളമാണ്, ഇതിനെ പഠിക്കാതെ പോകരുതേ. ഇത് കൊടിമരത്തിൻ്റെ അതേ രൂപത്തിലാണ് നിൽക്കുന്നത് ഈ നിലവിളക്ക്. അതുകൊണ്ടാണ് നമ്മുടെ ഏതൊരു ചടങ്ങും മംഗളകരമാക്കാൻ പറയൂ നിലവിളക്ക് കൊളുത്തിയിട്ടാണ് തുടങ്ങുക. ശരിയാണോ അല്ലയോ? പറയൂ, ശരിയാണോ അല്ലയോ? ആണ്. സംശയം എന്താ നിങ്ങൾക്ക്? ആ നിലവിളക്ക് എന്താണെന്നും ഞാനൊന്ന് കൂട്ടി പറയാം. ഇവിടെ വലിയ നിലവിളക്കുള്ളതിനോട് എനിക്ക് പറയാൻ എളുപ്പമാണ്. നോക്കൂ, നമ്മുടെ നട്ടെല്ല് പ്രധാനമാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ, നട്ടെല്ല് പ്രധാനമാണ്. കളരിശാസ്ത്രം അഭ്യസിക്കുന്ന ഈ തറവാട്ടുകാരോട് ഇത് കൃത്യമായിട്ട് പറയേണ്ട ആവശ്യമില്ല. കളരിയിലെ ദൈവം എന്ന് പറയുന്നത് ദേവിയായിരിക്കും. കാരണം മൂലാധാര ഉണർത്തേണ്ടത്. കളരി ഇപ്പോഴും അഭ്യസിപ്പിക്കുന്ന ഗുരുക്കന്മാരോ അല്ലെങ്കിൽ അത് അഭ്യസിക്കുന്ന ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടാവും. അവർക്ക് ഞാൻ പറയണത് ടെക് എന്ന് പറഞ്ഞ് പിടികിട്ടും. യോഗ അഭ്യസിക്കുന്നവരും കൃത്യമായിട്ട് അഭ്യസിക്കുന്നവർ ഉണ്ടെങ്കിൽ അവർക്കും ഞാൻ ഈ പറയണത് ടെക് എന്ന് പറഞ്ഞ് പിടികിട്ടും. അല്ലാത്തവർക്കൊരു എത്തും പിടിയും കിട്ടില്ല. ശ്രദ്ധിച്ച് കേട്ടോളൂ. തന്ത്രം അഭ്യസിക്കുന്നവർക്കും ഞാൻ പറയണത് പിടികിട്ടും. ഇങ്ങോട്ട് ശ്രദ്ധിച്ചോണേ, നമ്മുടെ നട്ടെല്ല് പ്രധാനമാണ്. ഈ നട്ടെല്ലാണ് ഈ ദേവൻ്റെ മേരുദണ്ഡാണ് എന്ത്? കൊടിമരം. ഈ കൊടിമരം എവിടെയാണ് സ്ഥാപിച്ചത് എന്ന് നോക്കുക. വലിയ ബലിക്കല്ലിനോട് ചേർന്നിട്ടായിരിക്കും. വലിയ ബലിക്കല്ല് എന്താ സാധനം? അരക്കെട്ടല്ലേ? അല്ലേ? അപ്പോൾ അരക്കെട്ടിനോട് ചേർന്നിട്ടാണ് പറയൂ എന്ത്? ഈ വലിയ ബലിക്കല്ല് വെച്ചിട്ടുള്ളത്. എന്താ സംശയം? ആണ്, അതിനോട് ചേർന്നിട്ടാണ്. അതായത് നമ്മുടെയൊക്കെ നട്ടെല്ല് പോലെ, ഒരു സംശയമില്ല. ഈ നട്ടെല്ല് പ്രധാനമാണ്. നട്ടെല്ല് വിട്ടൊരു കളി ഉണ്ടാവരുത്. ഈ നട്ടെല്ലിൻ്റെ ഈ തന്ത്രമാണ് പറയണത്, ശുദ്ധതന്ത്രമാണ്. ഈ നട്ടെല്ലിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തേക്ക് പോയാൽ അവിടെ ഒരു കൂർപ്പ് കാണാം. ആ കൂർപ്പിനെ വിളിക്കുന്ന പേര്, ആ കൂർപ്പിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയൊരു ഫോട്ടോ എടുക്കുക. വാല് പരിണമിച്ചതാന്നൊക്കെ പറയുന്നു. ആ കൂർപ്പിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയൊരു ഫോട്ടോ എടുത്താൽ അതൊരു ഒഴിഞ്ഞ കുഴിയാണ്. ആ കുഴിയെ വിളിക്കുന്ന പേര് കുണ്ഡലിനി എന്നാണ്. ഞാൻ നിർത്താം, അതാ നല്ലത്. കാരണം എന്താണെന്നറിയോ? നിങ്ങളിത് കേട്ടിരിക്കില്ല. നമുക്ക് ഉപസംഹരിക്കാം. എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ കേട്ടിരിക്കുമോ? ഉറങ്ങി എന്നെ നരകത്തേക്ക് പറഞ്ഞേക്കരുത്. ദയവ് ഇത് പറഞ്ഞേക്കരുത്. കാരണം വിഷയം അങ്ങോട്ട് എന്താ പറയുക, നിങ്ങൾക്ക് ഇത് ഗ്രഹിക്കാതെ വന്നാൽ അവിടെ നിർത്തണം എന്നാ. നിങ്ങൾ കേൾക്കുമോ? കേൾക്കും. വരട്ടെ. എന്തേലും പറഞ്ഞു? നട്ടലിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തൊരു കൂർപ്പാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയൊരു ഫോട്ടോ എടുത്താൽ അതൊരു ഒഴിഞ്ഞ കുഴിയാണ്. അതിനെ കുണ്ഡലിനി എന്ന് വിളിക്കുന്നു. ആ കൂർപ്പ് അവസാനിക്കുന്നിടത്തുനിന്ന് നമ്മുടെ നട്ടെല്ല് തുടങ്ങുന്നു. ആ നട്ടെല്ല് തുടങ്ങുന്ന ആദ്യത്തെ ചക്രം എന്നറിയപ്പെടുന്നത് മൂലാധാരമാണ്. ആ മൂലാധാരത്തിൻ്റെ സ്ഥാനത്താണ് ആ നിലവിളക്കിൻ്റെ താഴെ തട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ദേവീ പൂജയൊക്കെ അതിൻ്റെ താഴെ തട്ടിലേക്കാണ് ചെയ്യുക. ഭഗവതി സേവ അതിൻ്റെ താഴെ തട്ടിലേക്കാണ് ചെയ്യുക. ഇത് മനസ്സിലാക്കിയാൽ മതി. കൊടിയേറ്റ് നടക്കുക കൊടിമരത്തിൻ്റെ താഴെ എന്നാണ്. ആ കൊടിമരത്തിൻ്റെ താഴെ തട്ടാണേത്? പറയൂ. താഴെ തട്ടാണേത്? പറയൂ. അടിയിലെ തട്ട്, ആ നിലവിളക്കിൻ്റെ, അത് മൂലാധാരമാണ്. ആ മൂലാധാരത്തിലാണ്, ശ്രദ്ധിക്കും എല്ലാവരും കൂടെ ശ്രദ്ധിക്കും. ഇനി പറയാൻ പോണ വളരെ പ്രധാനമാണ്. ആ മൂലാധാരത്തിൽ, നമ്മളെ കൂർപ്പ് അവസാനിച്ച് നട്ടെല്ല് തുടങ്ങുന്ന ആ മൂലാധാരത്തിലാണത്രേ എൻ്റെയും നിങ്ങളുടെയും ശരീരത്തിൽ ദേവി സൂക്ഷ്മരൂപത്തിൽ കുടിയിരിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയും ശരീരത്തിൽ ദേവി സൂക്ഷ്മരൂപത്തിൽ കുടിയിരിക്കുന്നത് ഈ മൂലാധാരത്തിലാണ്. എന്ത് പ്രമാണം? വെറുതെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു പോയാൽ എന്നെ ഇവിടെ പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. പ്രമാണം പറ. പ്രമാണമുണ്ട്. പ്രമാണം ശ്രദ്ധിച്ചു കേട്ടോളൂ. ഓം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഠ സംഭൂത ദേവകാര്യസമുദ്ധ്യത ഉദ്യദ്ഭാനു സഹസ്രാവ ചതുർബാഹു സമന്വിത രാഗസ്വരൂപ പാഷാഢ്യ ക്രോധാകാരാങ്കുശോജ്വല മനോരൂപേക്ഷു ഗോദണ്ഡ പഞ്ചതന്മാത്ര സായക എന്ന് തുടങ്ങി ആ ലളിതാംബികയുടെ, ആ മഹാസ്വരൂപിണിയായ ദേവിയുടെ സഹസ്രനാമം ചൊല്ലണവർ ഇവിടെ ഉണ്ടേ? ഒന്ന് കൈപോക്കൂ. നമിക്കുന്നു മഹാത്മാക്കളെ. പൂർവ്വജന്മത്തിൽ സുഹൃതം ചെയ്തവർക്ക് ജപിക്കാൻ തന്നെ തോന്നുള്ളൂ. പിന്നെയല്ലേ ബാക്കി നമിക്കുന്നു. ചേറിക്കിടന്ന് മേഞ്ഞു പോവുകയല്ല, ആ ഇത്തിരി ബോധം വേണം. നമിക്കുന്നു. ലളിതാംബികയെ ഉപാസിക്കുന്ന എത്രയോ ആൾക്കാരുണ്ടാവും, എനിക്കറിയാം. ഒരുപാട് ആൾക്കാരുണ്ടാവും. ശക്തിമത്തായിട്ട് മുകളിലേക്ക് കയറിപ്പോണവർ, അപാര സിദ്ധികളുള്ളവരൊക്കെ ഉണ്ടാവും. ഇരിക്കട്ടെ, ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. അപ്പോൾ ആ ലളിതാ സഹസ്രനാമത്തിൽ ഒരിടത്ത് പറയുന്നു മൂലാധാരൈക നിലയാ. എവിടെയാ ദേവി ഇരിക്കുന്നത്? മൂലാധാരത്തിൽ. അതിനെ തട്ടി ഉണർത്തണം. ഏതിനെ? മൂലാധാരം. ഇനി ഒരു രസോടി നിങ്ങളോട് പറയട്ടെ. ആരാ ഇതിനെ തട്ടി ഉണർത്തണത്? ആ മൂലാധാരത്തിലൂടെ 3 നാഡിയുണ്ട് അത്ര ഈ ദേവിയെ മുകളിലേക്ക് ഉയർത്താൻ. അതേതാ? നട്ടെല്ലിൻ്റെ ഉള്ളിൽ കൂടെ 3 നാഡി. കളരി പഠിച്ചവർ ഇവിടെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണേ. നടുവിൽ കൂടെ സുഷുമ്ന നാഡി അഥവാ സ്പൈനൽ കോർഡ്. വളരെ തന്ത്രമാണ് ഞാനിപ്പോൾ പറയണത്. നടുവിൽ കൂടെ സുഷുമ്ന നാഡി അഥവാ സ്പൈനൽ കോർഡ്. അതിനെ ചുറ്റിപ്പറ്റി പാമ്പെണപെടഞ്ഞ പോലെ 2 നാഡി. ഈ പാമ്പുകൾ എന്ന് പറയുന്നത്
പാമ്പാരാധകരല്ല ഭാരതീയർ. ഇവിടെ നേരത്തെ ആരോ സംസാരിക്കുമ്പോൾ പറയുന്ന കേട്ടു, നല്ല പാമ്പും ഉണ്ട്, പറയൂ, ചീത്ത പാമ്പും ഉണ്ട് എന്ന് അവിടെ നിന്ന് പറഞ്ഞു. ഉണ്ടോ പ്രതിഷ്ഠ അങ്ങനെ എന്തോന്ന് പറഞ്ഞു ഇവിടെ പറയണത് കേട്ടു. ശരിക്കും പറഞ്ഞാൽ നല്ല പാമ്പും ചീത്ത പാമ്പും ഇല്ലേ, ഇടാ പിങ്കലാ നാടി തന്നെയാണ്. അതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഈ ഇടാ നാടിയും പിങ്കലാ നാടിക്കും മറ്റൊരു പേരുണ്ട്. എന്താ പേരെന്നറിയോ? വലത്തെ നാടി സൂര്യനാടി എന്നും ഇടത്തെ നാടി ചന്ദ്രനാടി എന്നും അറിയപ്പെടുന്നു. ഇതിൽ വലത്തെ സൂര്യനാടി നിങ്ങളെ മുകളിലേക്ക് ഗമിപ്പിക്കും, അതുകൊണ്ട് അത് നല്ല പാമ്പ്. ഇടത്തെ ചന്ദ്രനാടി നിങ്ങളെ താഴേക്ക് നയിക്കും, അതുകൊണ്ട് ചീത്ത പാമ്പ്. അതുകൊണ്ടാണ് വലത്തെ സൂര്യനാടിയെയാണ് ആശ്രയിക്കേണ്ടത്. ശ്രദ്ധിക്കുക, ഒരു അമ്പലത്തിൽ പോയാൽ നിങ്ങൾ ദേവനെ വലത്താക്കിയിട്ടാണ് പ്രദക്ഷിണം വയ്ക്കുക. ഇതിൻ്റെ കാരണം എന്താ? ഈ വലത്തെ സൂര്യനാടിയിൽ ആ ചൈതന്യം വന്ന് തട്ടണം, അപ്പോഴേ നിങ്ങൾ മുകളിലേക്ക് കയറുള്ളൂ. അസുഖമുള്ള അസുഖമില്ലാതെയാവും, അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ബുദ്ധിമുട്ടില്ലാതെയാവും. അവിടെ അമ്പലത്തിൽ ചെന്ന് വലത്താക്കി പ്രദക്ഷിണം വെക്കുന്നത് കൊണ്ടാണ്. ഈ വലത്തെ സൂര്യനാടിയിൽ ഇത് വന്ന് തട്ടണം, അപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറും. ഇടത്തെ ചന്ദ്രനാടിയിലാണോ തട്ടിയത്, റോക്കറ്റ് പോണ പോലെ താഴേക്ക് പോകും. അപ്പോൾ ഇത് രണ്ട് നാഗങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നാഗക്കളം ഉള്ള സ്ഥലമുണ്ട് ഇവിടെ, ഉണ്ടോ ഇല്ലയോ? നാഗമ്പാട്ടുള്ളത് നോക്കിയാൽ മതി. 59 ഒരു മിനിറ്റ് കൂടി എനിക്ക് ഇനി കിട്ടുള്ളൂ. അപ്പോൾ ഞാനിനി നാഗമ്പാട്ടിക്കൊന്നും പോകില്ല. ഈ 2 പാമ്പിനെ മാത്രം ഓർത്ത് വെക്കുക, കൂടുതൽ പോയില്ല. ഈ 2 പാമ്പിനെ മാത്രം ഓർത്ത് വെക്കുക, പിന്നീട് നമുക്ക് പറയാം. മണ്ണാറശാലയിൽ ഉരുളി കമിഴ്ത്തൽ വഴിപാടുണ്ട്, കുട്ടികളില്ലാത്തവർ അങ്ങോട്ടാ പോവുക. നമ്മളെ ചിത്രോടക്കല്ലൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞുണ്ടാവും. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഉരുളി കമിഴ്ത്തി കഴിഞ്ഞാൽ 2 നാഗങ്ങളാണ് അത്ര അതിൻ്റെ അടിയിൽ തപസ്സിരിക്കുന്നത്. ഇത് വേറെ ഒന്നുമല്ല, ഈ ഇടാ പിങ്കലാ നാടിയ. അതിനെ മന്ത്രശക്തി ഉപയോഗിച്ച് ശക്തിപ്പെടുത്തുന്ന ചടങ്ങാണ് അവിടെ നടക്കുന്നത്. അത് ഉരുളി മലർത്തുമ്പോഴേക്ക് കുട്ടികളുണ്ടായിട്ടുണ്ടാവും. കൊടിയ പാപം പൂർവ്വജന്മത്തിൽ ഇല്ലാച്ചാൽ അവരവിടെ ചെന്ന് കുട്ടീനെ നാമകരണം ചെയ്തു പോരും. എത്രയോ ആൾക്കാരെ എനിക്കറിയാം. ഇരിക്കട്ടെ, നാഗമ്പാട്ടിന് കന്യകമാർ ഇരുത്തിയാൽ അവർ ഉറഞ്ഞു തുള്ളും. ഇവിടെ ഇരുത്തിയാൽ തുള്ളുവോ? മൂലാധാരം ഉണരണേനെ കൊണ്ടാ. മനസ്സിലാക്കിയാൽ മതി. ഇനി ഒരു രസൂടി പറയട്ടെ, ഓടിച്ചാൽ പറയണം കേട്ടോ, സമയമില്ലാത്തതുകൊണ്ട്. ഈ മൂലാധാരത്തിൻ്റെ നിറം ചുവപ്പാണ്. ഓരോ ചക്രത്തിനും നിറമുണ്ട്, മൂലാധാരത്തിൻ്റെ നിറം ചുവപ്പാണ്. അതുകൊണ്ടാണ് ദേവിക്ക് കൊടുക്കുന്നത് ഒക്കെ ചുവപ്പാണ്. ചെമ്പട്ട്, കുങ്കുമം, ചെമ്പരുത്തി ഒക്കെ ചുവപ്പാണ്. അതുകൊണ്ടാണ് കളരിയിൽ ഈ ചുവപ്പിന് പ്രാധാന്യമുണ്ട്. പട്ട് ഉണ്ടോ ഇല്ലയോ? പട്ടിന് കളരി അഭ്യാസമുള്ളവരുണ്ടോ ഇവിടെ? ഉണ്ടെങ്കിൽ അവർക്ക് ഞാൻ ഈ പറയണ മനസ്സിലാവും. ഈ ചുവപ്പിന് പ്രാധാന്യമുണ്ട്. മൂലാധാരത്തെ തട്ടി ഉണർന്നാലേ അവൻ നല്ല യോദ്ധാവുള്ളൂ, നല്ല പഠിക്കുന്ന കുട്ടിയാവുള്ളൂ, നല്ല കരുത്തുള്ളവനാവുള്ളൂ. അതിനാണ് ഈ ദേവിയെ തട്ടി ഉണർത്തുന്നത്, സഹസ്രാരത്തിലേക്ക് ഉയർത്തണം. ശരി, ഇനി ഒരു ഒറ്റ രസൂടി പറയട്ടെ. ആ മൂലാധാരത്തിലാണ് ദേവി ഇരിക്കുന്നത്. മൂലാധാരം കുണ്ഡലിനിയിലാണ്, കുഴിയിലാണ്. ഏറ്റവും രസകരമായൊരു വസ്തുത എന്താ അറിയോ? കേരളത്തിലെ പ്രമുഖമായ ദേവീ പ്രതിഷ്ഠകളൊക്കെ കുഴിയിലാണ്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കാടാമ്പുഴ ഭഗവതിയെ പോയി നോക്കാം. ഉന്നത പീഠത്തിലല്ല ദേവി ഇരിക്കുന്നത്, പറയൂ, കുണ്ഡലിനിയിലാണ്, കുഴിയിലാണ്. ഇത് പഠിച്ചു വെക്കണം. നോക്കൂ, ഇവിടെ തിരുമാന്താംകുന്നിലമ്മയുടെ ഉള്ളിലല്ല, മൂലസ്ഥാനം നോക്കുക. മാന്ധാതാവ് മഹർഷിക്ക് ഇപ്പുറം മംഗല്യപൂജയൊക്കെ നടക്കുന്ന സ്ഥലം, അവിടെ ദേവി ഇരിക്കുന്നത് കുണ്ഡലിനിയിലാണ്, കുഴിയിലാണ്. ശ്രീവളയനാട്ട് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, ഉള്ളിക്ക് ഞാൻ കയറിയിട്ടില്ല. തീപ്പെട്ട ധാരാളം രാജാക്കന്മാരോടൊപ്പം അവിടെ പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പം ഇനി വീണ്ടും പോകുന്നുണ്ട് അവിടേക്ക്. അവിടെ ദേവി ഇരിക്കുന്നത് കുണ്ഡലിനിയിലാണ്, കുഴിയിലാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഉള്ളിക്ക് കയറിയിട്ടില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? പോട്ടെ, ശ്രീ മൂകാംബിക ദേവി ഇരിക്കുന്നത് കുണ്ഡലിനിയിലാണ്, മൂലസ്ഥാനം കുഴിയിലാണ്. ഇത് പഠിക്കപ്പെടേണ്ടതാണ്. അത് ഈ സങ്കല്പത്തിലാണ് ആ പ്രതിഷ്ഠ. ഇതിനെയൊക്കെ ഒന്ന് നോക്കി നിന്ന് കാണൂ എപ്പോഴെങ്കിലും. അത്ഭുതം കൂറും നമ്മൾ. ഇതിനെ ആഴത്തിൽ പഠിക്കൂ, അപ്പം നിങ്ങൾക്ക് അത്ഭുതം കൂറും. ഇതൊന്നും പഠിക്കാതെ എന്താ അന്ധവിശ്വാസം എന്ന് പറഞ്ഞു പോകരുത്. കൃത്യമായിട്ട് മനസ്സിലാക്കി അവനവനെ ഉയർത്തൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒത്തുകൂടിയത്. മൂലാധാരത്തിൻ്റെ നിറം ക്ലിയർ അല്ലേ? ഇനി കൊടിമരത്തിൻ്റെക്ക് മുകളിലേക്ക് ഉയരുന്ന 2 നൂല് ഇടാ പിങ്കലാ നാടിയാണ്. അതിൻ്റെ താഴേന്ന് പോകുന്ന ഈ കൊടി അഗ്നിയാണ്. അതായത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരുന്നുണ്ട്, 3 വാലുണ്ട്. മൂലാധാരത്തിലെ ചൈതന്യം ഉണർന്ന് മുകളിലേക്ക് പോകുന്നു എന്നുള്ള സങ്കല്പമാണ് അവിടെ ഉള്ളത്. അത് ഉയർത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ആലും മാവും വെച്ച് ദർഭ ഉപയോഗിച്ച് കെട്ടുക. ഈ ആലും മാവും ഇടാ പിങ്കലാ നാടിയുടെ സങ്കല്പമാണ്, അല്ലാതെ പാമ്പാരാധകരല്ല ഭാരതീയർ. അന്നാക്കി മനസ്സിലാക്കുക. കൃത്യമായ ബോധ്യം അവർക്കുണ്ട്. പക്ഷേ സാധാരണക്കാർക്ക് ഇത് മനസ്സിലാവാത്തതുകൊണ്ട് പാമ്പ് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ മനസ്സിലാക്കിപ്പിക്കുകയാണ്. ശരി, ആവട്ടെ. ഇനി ഇത് മുകളിലേക്ക് കയറി അടുത്ത കുറേ ചക്രങ്ങളുണ്ട്. ഇത് ഇന്ന് പറയാൻ നിൽക്കണില്ല, തുടരും. അവസാനിപ്പിക്കുകയാണ്. ഈ മൂലാധാരത്തിലെ ദേവിയെ തട്ടി ഉണർത്തുന്നത് മഹാഗണപതിയാണ്. അതുകൊണ്ടാണ് മൂലാധാരത്തിൻ്റെ ദേവൻ അധിഷ്ഠാനമൂർത്തി ഗണപതിയാണ്. മൂലാധാരത്തിൻ്റെ ബീജം ലം ആണ്. അതുകൊണ്ട് അവനെ ലംബോദരൻ എന്ന് വിളിക്കുന്നു. ലം. അതുകൊണ്ടാണ് നിങ്ങളുടെ വീട്ടിലെ കന്നിമൂല ശ്രദ്ധിക്കുക. തെക്ക് പടിഞ്ഞാറേ മൂല. ഗണപതിയുടെ സ്ഥാനം കന്നിമൂലയിലാണ്. തെക്ക് പടിഞ്ഞാറേ മൂലയിൽ സെപ്റ്റിക് ടാങ്ക് വന്നാൽ, സെപ്റ്റിക് ടാങ്കിൻ്റെ പൈപ്പ് വന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വൃത്തികേട് വന്നാൽ അവിടെ ഗൃഹനാഥൻ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ഭാഗ്യം, ഇല്ലെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല, പോയിട്ടുണ്ടാവും. നോക്കുക, ഞാൻ ഈ പറഞ്ഞ് നോക്കുക. പണ്ടത്തെ കൽപ്പണിക്കാർ, ബംഗാളികളല്ല, ബംഗാളികൾ എവിടുന്നും പഠിക്കും. പണ്ടത്തെ കൽപ്പണിക്കാർ, അതായത് താവഴിയായിട്ട് പരമ്പരയായിട്ട് പിന്തുടർന്ന് വന്നിരുന്നവർ, പറയൂ,
ഈ മൂലാധാരത്തുനിന്ന് എന്ന് വെച്ചാൽ കന്നിമൂലയിൽ നിന്ന് പ്രദക്ഷിണമായിട്ട് ആ പടുത്തു പോരുക. അതിൻ്റെ ഉള്ളിൽ ഒരാൾക്ക് താമസിക്കണം, അവിടെ പോസിറ്റീവ് എനർജി ഉണ്ടാവണം. ആ പോസിറ്റീവ് എനർജിക്ക് വേണ്ടിയിട്ടാണ് അവർ ആ വീട് ഉണ്ടാക്കുന്നത്. കൃത്യമായിട്ടാണ് ആ വീട് ഉണ്ടാക്കുക. അതിൻ്റെ കേന്ദ്രബിന്ദുവിൽ ഒരു പൂജാമുറി ഉണ്ടാവും. അവിടെ വിളക്ക് വെച്ച് അവർ ദിവസവും രാവിലെയും വൈകുന്നേരം ഉപാസിക്കും. ആ കുടുംബം ഉയർന്ന് മുകളിലേക്ക് പോവുള്ളൂ, താഴത്തേക്ക് പോവില്ല. അവർക്ക് കുലദേവത ഉണ്ടാവും. ആ കുലദേവതയെ തൊഴുതിട്ടേ ബാക്കി ഏത് ദേവതയെയും തൊഴാവും. പറഞ്ഞ മനസ്സിലായില്ലേ? കുലദേവത പ്രധാനമാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിച്ച് ആ കുലദേവതയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവിടുത്തെ തൃക്കാൽക്കൽ പിടിച്ച് ഇനി ഒരു അടി മുന്നോട്ട് പോകാതെ ആ മഹാസ്വരൂപിണിയെ, ആനന്ദമയിയെ, ചിന്മയിയെ, മായാമയിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇട്ടവും വലവും മുന്നിലും പിന്നിലും ഉള്ളിലും നിന്ന് കാത്തു സംരക്ഷിക്കുന്ന അവളെ വിട്ട് ഒരു കളിയും കളിക്കാണ്ട് തൻ്റെ കർമ്മത്തെ യജമാന ഭാവത്തോടെ കരുത്തോടെ ചെയ്ത് എന്നൊരു 10 ഉറുപ്പിക എടുത്ത് സമ്പാദിച്ചു വെച്ച് രണ്ടും കൂടെ ഒന്നിച്ച് ആത്മീയതയും ഭൗതികതയും ഒന്നിച്ചു കൊണ്ടുപോയി നമ്മൾ ഉത്തരോത്തരം മുകളിലേക്ക് കയറിപ്പോട്ടെ, പിരിയാതെ ഒന്നിച്ചു നിൽക്കട്ടെ നമ്മളെല്ലാവരും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എന്തെങ്കിലും നന്മ ഈ ഭാഷണത്തിലൂടെ നിങ്ങൾക്ക് ലഭിച്ചുവെങ്കിൽ, ഓടിച്ചാണിത് പറഞ്ഞത്, അതിൻ്റെ പരിമിതിയുണ്ട്, എന്തെങ്കിലും നന്മ ഈ ഭാഷണത്തിലൂടെ നിങ്ങൾക്ക് ലഭിച്ചുവെങ്കിൽ അത് ആ മഹാസ്വരൂപിണിയായ ദേവിയുടെ മഹിമ എന്ത് വിശ്വസിക്കുന്നു. എന്തെങ്കിലും അബദ്ധം പറ്റിയെങ്കിൽ അത് ഈ ഉപകരണത്തിൻ്റെ കുഴപ്പം. സദയം ക്ഷമിക്കണമെന്നും പറഞ്ഞുകൊണ്ട് എന്നെ കേട്ടിരുന്ന പ്രൗഢോജ്വലമായ ഈ അധികാരി സദസ്സിനെ, കാരണം ഉച്ചയായി, എത്രയും ഇതിൽ പ്രൗഢോജ്വലമായി എന്നെ കേട്ടിരുന്ന അധികാരി സദസ്സിനെ ഒരിക്കൽ കൂടി എൻ്റെ താഴ്മയേറിയ നമസ്കാരം പറഞ്ഞുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാദമഹം വന്ദേ പരമാനന്ദമാധവം. യത്കൃപാദമഹം വന്ദേ പരമാനന്ദമാധവം. ഒരു കാര്യം കൂടി ഞാൻ കമ്മിറ്റിക്കാരോടും നിങ്ങളോട് താഴ്മയായിട്ട് പറയുന്നു. ഞാനിത് കഴിഞ്ഞാൽ ഉടനെ പോവും, ഭക്ഷണത്തിന് നിൽക്കില്ല. അതിനർത്ഥം അത് തിരസ്കരിച്ചു എന്നല്ല, അതിനെ സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ മുള്ളിൻ്റെ മുകളിൽ നിൽക്കുന്ന മാതിരിയാണ്. എനിക്ക് വീട്ടിൽ പോയിട്ട് വേണം ആ പരിപാടിക്ക് പോകാൻ. അതുകൊണ്ട് എനിക്ക് പോകാൻ അനുമതി തരണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ് ഈ തറവാട്ടുകാരോട്. നന്ദി, നമസ്കാരം.